നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രിയപ്പെട്ട അധ്യാപക ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ ഇന്ത്യൻ ചരിത്രം. ആ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് സ്പെക്ട്രത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ടെക്സ്റ്റ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്ത് SCERT-യിലെയും NCERT-യിലെയും കണ്ടന്റ് ഉൾപ്പെടെ ഓരോ ചാപ്റ്റർ വൈസ് കണ്ടന്റ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്ത് ഒരു മെഗാ റിവിഷൻ മോഡൽ നിങ്ങൾക്ക് ക്ലാസ് തരികയാണ്. അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. ഒപ്പം ഇതിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് കൃത്യമായി വായിക്കുക. നിങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്ക് ആവശ്യമാകുന്ന എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നിമിഷം വരെ എല്ലാ ദിവസവും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മോക്ക് എക്സാം എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശേഷം കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ മത്സര പരീക്ഷയിൽ ഏറ്റവും നിർണായകമായ ഒരു SCERT ചാപ്റ്റർ ആണ് മധ്യകാല ഇന്ത്യ. മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്ററിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തേക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. ഒന്ന് ഡൽഹി എന്നറിയപ്പെടുന്ന പ്രദേശം, മറ്റൊന്ന് കർണാടക എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു വസ്തുത, രണ്ട് പ്രധാനപ്പെട്ട പ്രവിശ്യകളെ അല്ലെങ്കിൽ പ്രദേശങ്ങളെ പറ്റി ഈ പറഞ്ഞ SCERT സ്കൂൾ ടെക്സ്റ്റിൽ മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന സംവിധാനത്തിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന മുഗൾ വംശത്തെ പറ്റി നമ്മൾ ഉറപ്പായും പഠിക്കണം. ദെൻ ഈ പറയുന്ന കർണാടക, തെലങ്കാന തുടങ്ങിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യ അല്ലെങ്കിൽ പ്രദേശമുണ്ട്. അതിനെയാണ് എല്ലാവരും നമ്മൾ പറയുന്നത് എന്താണ്? വിജയനഗരം എന്നറിയപ്പെടുന്നത്. അപ്പൊ വിജയനഗരത്തിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഹംപിയാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വേണം. ഒന്നാമത്തെ വസ്തുത, മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ഭരണകാലത്ത് അല്ലെങ്കിൽ ഷാജഹാന്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ചെങ്കോട്ട. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെങ്കോട്ടയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ ഓഗസ്റ്റ് 15, എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടെയാണ്? അത് ചെങ്കോട്ടയിലാണ്. അപ്പൊ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ എന്ത് നിർമ്മിച്ചത്? ചെങ്കോട്ട നിർമ്മിച്ചത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി വിജയനഗരത്തിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഹംപിയാണ്. വിജയനഗരത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അതൊക്കെ കണ്ടന്റുകളുണ്ട്. വിജയനഗരത്തിന്റെ തലസ്ഥാനം ഹംപിയാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, 1526 മുഗൾ ഭരണം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബാബറാണ്. മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചതാരാണ്? ബാബറാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് SCERT-യിലെ ഓരോ ചാപ്റ്റർ പരിശോധിക്കുമ്പോഴും ആ SCERT-യിലെ ആ ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ്, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ഉറപ്പായും നിങ്ങൾ പഠിക്കണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് അക്ബറിന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരണത്തിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തി ആയിരുന്നു. ഇപ്രകാരം അക്ബർ ചക്രവർത്തിയെ പറ്റി പറഞ്ഞത് ജസ്യൂട്ട് പാതിരി പിയറി ജാറിക് എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ ജസ്യൂട്ട് പാതിരിയായ പിയറി ജാറിക് ആണ് കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദ്യ സാധ്യത ഉള്ള ഒരു മേഖലയാണ് അക്ബറിന്റെ വിശേഷണങ്ങൾ. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബർ. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാ പഠിക്കുന്നത്, അക്ബറിന് അക്ഷരം അറിയത്തില്ല. അപ്പൊ നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്ന അക്ബറുമായി ബന്ധപ്പെട്ട് അക്ബറിന്റെ നിര്യാതന സമയത്ത് പറഞ്ഞൊരു വാക്യം ഇതാണ്. ആര് പറഞ്ഞതാ? അക്ബർ പറഞ്ഞതല്ല. ജസ്യൂട്ട് പാതിരിയായ പിയറി ജാറിക് പറഞ്ഞത് ഇങ്ങനെയാണ്: കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തി ആയിരുന്നു. അപ്പൊ 1526 മുഗൾ ഭരണം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് ബാബറാണ്. മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടന്റ് SCERT സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തേപ്പോണ്ട് 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. അപ്പൊ 1526 മുതൽ 1857 വരെ ഡൽഹി എന്നറിയപ്പെടുന്ന
ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെട്ട ദില്ലിക എന്നറിയപ്പെട്ട പ്രദേശം കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച ഒരു ഭരണകാലമുണ്ട്. അതാണ് മുഗൾ ഭരണകാലം. ആ മുഗൾ ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർഡറായി തന്നെ പഠിക്കണം. മുഗൾ ഭരണത്തിന് തുടക്കം സ്ഥാപിച്ചതിൽ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ആരാണ്? അത് ബാബർ കഴിഞ്ഞാൽ പിന്നെ ഹുമയൂണാണ്. ആ ഒരു ഓർഡർ ഇങ്ങനെയാണ്. ബാബർ കഴിഞ്ഞാൽ പിന്നെ ഹുമയൂണാണ്. ദെൻ അതിനുശേഷം അക്ബർ ആണ്, ദെൻ ജഹാംഗീർ ആണ്, ഷാജഹാൻ ആണ്, ഔറംഗസീബാണ്. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ബാബറിന്റെ ഭരണകാലഘട്ടം എന്ന് പറഞ്ഞാൽ 1526, അതായത് മുഗൾ ഭരണം സ്ഥാപിച്ച വർഷം മുതൽ 1530 വരെയാണ്. ഹുമയൂണിന്റെ കാലഘട്ടം 1530 മുതൽ 1540 വരെയും പിന്നീട് 1555 മുതൽ 1556 വരെയും ഹുമയൂൺ ഭരണം നടത്തി. അക്ബർ ഭരിക്കുന്നത് 1556 മുതൽ 1605 വരെയാണ്. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. അക്ബറുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന മുഗൾ ഭരണത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംവിധാനമാണ് അവിടുത്തെ ഒരു നീതിന്യായ സംവിധാനമാണ്. അതായത് ഈ പറഞ്ഞ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. അതിനെ അറിയപ്പെടുന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കണ്ടന്റ് ആണ്, ഖാസിമാർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ പറഞ്ഞ മുഗൾ ഭരണത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഏതെങ്കിലുമൊക്കെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഈ പറഞ്ഞ മതപണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മകളെ അറിയപ്പെടുന്ന പേരാണ് ഖാസിമാർ എന്നറിയപ്പെടുന്നത്. ദിവാനി ഖാസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ മുഗൾ ഭരണ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നീതിന്യായ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഈ പറഞ്ഞ ബാബർ, ഹുമയൂൺ, ദെൻ അക്ബർ, ദെൻ ജഹാംഗീറിന്റെ കാലഘട്ടം 1605 മുതൽ 1627 വരെയാണ്. ഷാജഹാന്റെ കാലഘട്ടം 1628 മുതൽ 1658 വരെയും. ഔറംഗസീബിന്റെ കാലഘട്ടം 1658 മുതൽ 1707 വരെയാണ്. അപ്പൊ മുഗൾ ഭരണ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഈ ഭരണാധികാരികളെയൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഒന്നാമത്തെ ഭരണാധികാരി ബാബർ, 2 ഹുമയൂൺ, 3 അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന മുഗളരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട വസ്തുത സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട്. ഉറപ്പായി ഞാൻ പറയുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിർണായകമായ ചോദ്യം, റാങ്ക് മേക്കിംഗ് ചോദ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് SCRT ബോക്സിൽ കൊടുത്തേക്കുന്ന ഓരോ പോയിന്റും നിങ്ങൾ ഇനിയുള്ള ദിവസമെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചിട്ട് പോവുക. കാണാപ്പാടം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആവർത്തിച്ച് ഒരു തവണ വായിക്കുക, പിന്നെ ഒരു തവണയും കൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കും. ഓക്കെ, അതിനുശേഷം 4 ഓപ്ഷൻ പരീക്ഷകൾ കയറുമ്പോൾ 4 ഓപ്ഷൻ കാണുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ വസ്തുത, മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് വരുന്നത്. അപ്പൊ മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ അദ്ദേഹത്തിന്റെ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു ആര്? ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഗൾ രാജ്യ സ്ഥാപകനായിട്ടുള്ള ബാബർ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, 17ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ പറയുന്ന രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാ ലോധി വംശം. ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയുടെ പേരാണല്ലോ ഇബ്രാഹിം ലോധി. ഈ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായ ബാബറും 1526 വർഷം ഇമ്പോർട്ടന്റ്, 1526 ഹരിയാന എന്നറിയപ്പെടുന്ന ബഹുധാന്യക എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഈ ചരിത്ര യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണ് പാനിപ്പത്ത് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമേതെന്ന് ചോദിച്ചാൽ 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഹരിയാനയിലെ പാനിപ്പത്തിലാണ്. ഹരിയാനയുടെ മറ്റൊരു പേരാണ് ബഹു ധാന്യക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. അപ്പൊ 1526 ഈ പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മില? ലോധി വംശത്തിൽ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായ ബാബറും തമ്മിലാണ് 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച്
ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിർണായകമായി ഉറപ്പായി നിങ്ങൾ പഠിച്ചു മാറ്റേണ്ട വസ്തുത അക്ബറുമായി ബന്ധപ്പെട്ട വസ്തുതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അക്ബറിന് അക്ഷരം അറിയത്തില്ല. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെട്ടത് അക്ബറാണ്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണിയെടുപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. അപ്പൊ 1575 അദ്ദേഹത്തിന്റെ പുതിയ, അല്ലെങ്കിൽ ഈ പറയുന്ന അക്ബറിന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണിയെടുപ്പിച്ചത് അക്ബറാണ്. അക്ബർ രൂപം കൊടുത്ത മതത്തിന്റെ പേര് ദിൻ ഇലാഹി എന്നാണ്. മിക്ക മത്സര പരീക്ഷയിലും ചോദ്യമായി വന്നിട്ടുള്ളത് അക്ബർ രൂപം കൊടുത്ത മതം ദിൻ ഇലാഹി. അക്ബറുമായി ബന്ധപ്പെട്ട് അക്ബർ മതനികുതി നിർത്തലാക്കുന്നുണ്ട്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി അത് അക്ബറാണ്. ദെൻ ഈ പറയുന്ന അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിന്റെ പേരാണ് മാൻസബ്ദാരി. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായും നിങ്ങൾ പഠിക്കണം. അപ്പൊ അക്ബറുമായി ബന്ധപ്പെട്ട് നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. 1575 അദ്ദേഹത്തിന് തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണിയെടുപ്പിച്ചത് അക്ബറാണ്. അക്ബർ രൂപം കൊടുത്ത മതം ദിനിലാഹിയാണ്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയതാരാണ്? അക്ബറാണ്. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തെ അറിയപ്പെടുന്ന പേര് മാൻസബ്ദാരി എന്നാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിന് വേണ്ടി ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. അതായത് മുഗൾ രാജ്യവുമായി ബന്ധപ്പെട്ട് മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിന് വേണ്ടി ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. ആ ക്രമീകരണം ഇങ്ങനെയാണ്: ഗ്രാമം, പർഗാന, സർക്കാർ, സൂബ എന്നീ 4 വിഭാഗങ്ങളായിട്ട് ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. മുഗൾ ഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ഭരണക്രമം ഇങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്ന സുബയെന്നും സർക്കാരെന്നും പർഗാനയെന്നും ഗ്രാമമെന്നും എന്തിനു വേണ്ടി? ഭരണ സൗകര്യത്തിന് വേണ്ടി ക്രമീകരണം നടത്തിയതും ആര് തന്നെ? അക്ബർ തന്നെയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ SCERT സ്കൂൾ ടെക്സ്റ്റിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന പോയിന്റുകൾ ഉറപ്പായും പഠിക്കണം. ബോക്സിൽ കൊടുത്തേക്കുന്ന പോയിന്റ് ഉറപ്പായും പഠിക്കണം. ഒന്നാമത്തെ വസ്തുത, തുസൂക്കി ജഹാംഗീറി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജഹാംഗീർ തന്റെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മക്കുറിപ്പാണ് തുസൂക്കി ജഹാംഗീറി. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെന്താ? തുസൂക്കി ജഹാംഗീറി എന്നറിയപ്പെടുന്ന ഓർമ്മക്കുറിപ്പ് ആരെഴുതിയതാ? ജഹാംഗീർ എഴുതിയതാ. ഈ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്യമുണ്ട്. അത് ഇൻവെർട്ടർ കോമയിൽ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തേപ്പോണ്ട്, എന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത് എന്ന് ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത് ജഹാംഗീർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഈ പറയുന്ന മുഗൾ ഭരണ കാലഘട്ടം ആയിക്കോട്ടെ, ഈ പറഞ്ഞ വിജയനഗര ഭരണ കാലഘട്ടം ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ ഇന്ത്യയിലേക്ക് ധാരാളം വിദേശികൾ ഈ പറയുന്ന സന്ദർശനം നടത്താറുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട വസ്തുത, ഈ പറയുന്ന മുകളിലെ കാലഘട്ടത്തിൽ, അതായത് ഈ പറയുന്ന തുസൂക്കി ജഹാംഗീർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന സമയത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയുടെ പേര് ടവർണിയർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇതൊക്കെ നിങ്ങൾ SCERT സ്കൂൾ ടെക്സ്റ്റ് വായിക്കുമ്പം നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. വീണ്ടും റിവിഷൻ വേണ്ടി പറഞ്ഞു തരുക. അപ്പം ഈ പറയുന്ന മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയുടെ പേര് ടവർണിയർ എന്ന. അപ്പൊ മറ്റൊരു ചോദ്യം പറയട്ടെ. ഈ പറഞ്ഞ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാരാ? അത് റാൽഫിച്ച. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച അല്ലയോ? അപ്പൊ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് റാൽഫിച്ച ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന മുഗൾ ഭരണ കാലഘട്ടത്തിൽ, അതായത് ഈ പറയുന്ന അക്ബറിന്റെ ഭരണ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര വസ്തുതയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് ഇനി പറയുന്നത്. ഐനി അക്ബാരി എന്ന കൃതി എഴുതിയത് അബുൽ ഫസൽ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ അബുൽ ഫസൽ എന്താ എഴുതിയത്? ഐനി അക്ബാരി എന്ന കൃതി എഴുതിയത് ആരാണ്? അബുൽ ഫസൽ. ആരെ പറ്റിയാണ്? അക്ബറുമായി ബന്ധപ്പെട്ടതാ. അക്ബർ നാമ, 2 കൃതികൾ അദ്ദേഹത്തിനുണ്ട് അബുൽ ഫസൽ. ഏതൊക്കെയാ? അക്ബർ നാമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബുൽ ഫസലാണ്. ഐനി അക്ബാരി എന്ന കൃതി എഴുതിയതും ആര് തന്നെ? അബുൽ ഫസലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന മുഗൾ ഭരണ കാലഘട്ടത്തിൽ വന്ദേ ഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ദാരാ ഷുക്കോയ. ഷാജഹാന്റെ മകന്റെ പേരാണ് ദാരാ ഷുക്കോ. ഈ ദാരാ ഷുക്കോയാണ് മുഗൾ ഭരണ കാലഘട്ടത്തിൽ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ഈ പറയുന്ന മുഗൾ ഭരണ കാലഘട്ടത്തിൽ ധാരാളം ചരിത്ര നിർമ്മിതികൾ നിർമ്മിക്കുന്നുണ്ട്. ഈ പറയുന്ന ഉറുദു എന്നറിയപ്പെടുന്ന ഭാഷയുടെ സമന്വയം ഉണ്ടാകുന്നത് മുഗൾ ഭരണ കാലഘട്ടത്തിലാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സമന്വയം ഉണ്ടാകുന്നത് മുഗൾ ഭരണ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് വേണ്ട പോയിന്റ്
പിന്നീട് മുഗൾ ഭരണകാലത്ത് വന്ദേ ഭാരതമല്ല, മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ അത് ദാരാ ഷുക്കോയാണ്. അദ്ദേഹം ഷാജഹാന്റെ മകനാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണല്ലോ വിജയനഗരം. ഈ പറയുന്ന വിജയനഗരവുമായി ബന്ധപ്പെട്ട് 1336 വിജയനഗര വംശം അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ഹരിഹരനും ബുക്കനുമാണ്. ഹരിഹരനും ബുക്കനുമാണ് 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഈ വിജയനഗരം നശിച്ച വർഷം 1565. അപ്പൊ വിജയനഗരത്തിന്റെ തലസ്ഥാനം ഹംപിയാണ്. വിജയനഗരവുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്താ? 1336 വിജയനഗരം സ്ഥാപിക്കുന്നത് ഹരിഹരനും ബുക്കനുമാണ്. ഈ പറയുന്ന വിജയനഗരം നശിക്കുന്നത് 1565. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, 1800 ഈ പറഞ്ഞ വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥന്റെ പേര് കേണൽ മക്കൻസി എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേരെന്താ? അത് ജോൺ കമ്പനി എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേര്. അപ്പൊ വിജയനഗരം നശിച്ച വർഷം 1565, വിജയനഗരം സ്ഥാപിച്ച വർഷം 1336. ആരൊക്കെ? ഹരിഹരനും ബുക്കനുമാണ്. കേണൽ മക്കൻസിയെ ഒന്ന് നോട്ട് ചെയ്തേക്കണം, ഉറപ്പായും പഠിക്കണം. ഓക്കെ. അപ്പൊ വിജയനഗരവും ഹംപിയുമായി ബന്ധപ്പെട്ട് വിജയനഗരത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹംപിയാണ്. വിജയനഗരം എന്നറിയപ്പെടുന്നത് ഒരേ സമയം ഒരു നഗരവും ഒരേ സമയം അത് രാജ്യത്തിന്റെ പേരുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1565 ഈ നഗരം എന്ത് ചെയ്യുന്നു? നശിക്കപ്പെടുന്നു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സുകളിൽ ആ പറയുന്ന ആശയമുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തുന്നില്ല. അങ്ങനെ 1800 എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിലെ ഉദ്യോഗസ്ഥനായ കേണൽ മക്കൻസിയാണ് എന്ത് ചെയ്യുന്നത്? ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഉറപ്പായും പരീക്ഷയ്ക്ക് 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വസ്തുതയാണ് ഇനി പറഞ്ഞു പോകുന്നത്. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി, വിജയനഗര വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. ഈ കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം 1509 മുതൽ 1529 വരെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, 1565 വിജയനഗരം നശിക്കുകയാണ്. അപ്പൊ 1509 മുതൽ 1529 വരെയാണ് ഈ പറയുന്ന കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടമായി കരുതപ്പെടുന്നത്. ഈ വിജയനഗരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന്, വിജയനഗരത്തിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായ. ഈ കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സിനെ അറിയപ്പെടുന്ന പേരാണ് അഷ്ടദിഗജങ്ങൾ. ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദ്യ സാധ്യതയുള്ള ഏരിയയാണ് അഷ്ടദിഗജങ്ങൾ. പണ്ഡിത സദസ്സ്, കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സിനെ അറിയപ്പെടുന്ന പേര് അഷ്ടദിഗജങ്ങൾ എന്നാണ്. ദെൻ ഈ കൃഷ്ണദേവരായ 2 പ്രധാനപ്പെട്ട കൃതികൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് അമുക്ത മാല്യത, മറ്റൊന്ന് ജാംബവതി കല്യാണം. അപ്പൊ അമുക്ത മാല്യത, ജാംബവതി കല്യാണം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയതാരാ? അത് കൃഷ്ണദേവരായരാണ്. ഇനി ഈ പറയുന്ന വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തെ അറിയപ്പെടുന്ന പേരാണ് അമരനായക സംവിധാനം. വിജയനഗരത്തിലെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ വിജയനഗര രാജവംശവുമായി ബന്ധപ്പെട്ട് വിജയനഗര സാമ്രാജ്യത്തെ പറ്റി പറയുമ്പം അവിടുത്തെ ഈ പറയുന്ന ഭരണ സംവിധാനത്തിന്റെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് അമരനായകന്മാര്. ഓരോ പ്രവിശ്യകളായിട്ട് തരംതിരിക്കും. ആ പ്രവിശ്യകളെയാണ് അമര എന്നറിയപ്പെടുന്നത്. അപ്പൊ അമരയിലെ നായകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിക മേധാവി എന്നാണ്. അപ്പൊ വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തെ അറിയപ്പെടുന്ന പേര് അമരനായക സംവിധാനം എന്ന് അറിയപ്പെടുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യത്തെ പറ്റി പറയുമ്പം സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന വസ്തുത, ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ബാർബോസ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ, ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേര് ബാർബോസ. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും ഈ പോർച്ചുഗീസ് സഞ്ചാരി ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഇന്ത്യ സന്ദർശിച്ചത്. അല്ല, ആ സ്കൂൾ ടെക്സ്റ്റിൽ ഈ ഒരു കണ്ടന്റ് കൊടുത്തേപ്പോണ്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ്, ഓരോ വിജയനഗര രാജാക്കന്മാരും അല്ലെങ്കിൽ വിജയനഗരത്തിലെ രാജവംശങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളാണ് ഉള്ളത്. ഒന്ന് സംഗമ രാജവംശം, മറ്റൊന്ന് സാലുവ രാജവംശം, തുളുവ വംശം, അരവിടു. ഇത് ഇങ്ങനെ തന്നെ ഓർത്തു വെക്കണം. സംഗമ, സാലുവ, തുളുവ, അരവിടു. മറക്കല്ലേ, സംഗമ, സാലുവ, തുളുവ, അരവിടു. അപ്പൊ സംഗമ രാജവംശത്തിന്റെ പ്രധാനപ്പെട്ട രാജാക്കന്മാര് ഹരിഹരനും ബുക്കനുമാണ്. അപ്പൊ സംഗമ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കനുമാണ്. ഈ പറഞ്ഞ വിജയനഗരം സ്ഥാപിച്ചത് ആരാണ്? ഹരിഹരനും ബുക്കനുമാണ്. ദെൻ സാലുവ വംശത്തിലെ പ്രസിദ്ധനായ രാജാവാണ് എന്ത്? നരസിംഹ സാലുവ.
ക്വസ്റ്റ്യൻ സാലുവ, നരസിംഹ സാലുവ. തിരിഞ്ഞു പോകുന്ന കണ്ടന്റിലേക്ക് വരാം. തുളുവ വംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ വീര നരസിംഹനും കൃഷ്ണദേവരായരും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൃഷ്ണദേവരായരുടെ പ്രത്യേകത എന്താ? ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിജയനഗരത്തിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിലെയാ? തുളുവ രാജവംശത്തിലെയാ. തുളു മറക്കല്ലേ, തുളുവ രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവാണ് ആര്? കൃഷ്ണദേവരായർ. വീര നരസിംഹൻ തുളുവ വംശത്തിലുള്ളതാ. ഇനി അരവിടു വംശമുണ്ട്. അപ്പൊ സംഗമ സാലുവ, തുളുവ, അരവിടു. ആ അരവിടു വംശത്തിലെ പ്രസിദ്ധനായ രണ്ട് രാജാക്കന്മാര്, ഒന്ന് തിരുമലയും വെങ്കിട ഒന്നാമനും. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താ, ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് 1336 വിജയനഗരം സ്ഥാപിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് വിജയനഗരമാണ്. ആ വിജയനഗരത്തിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിലെയാ? തുളുവ വംശത്തിലെ രാജാവാണ് ആര്? കൃഷ്ണ തുളുവ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന വിജയനഗരം എന്നറിയപ്പെടുന്ന പ്രദേശമുണ്ടല്ലോ, ഈ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേര് ഡൊമിംഗോ പയസ് എന്നാണ്. വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരെന്താ? ഡൊമിംഗോ പയസ് എന്നാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ പറഞ്ഞ വിജയനഗരത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15ാം നൂറ്റാണ്ടിൽ അവിടെ ഈ പറഞ്ഞ വിജയനഗരം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് പ്രധാനമായിട്ട് 2 പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. ഒന്ന് കമലാപുരം കുളവും ഹിരിയ കനാൽ എന്നിവ ഈ വിജയനഗര പ്രദേശത്തെ സമ്പുഷ്ടമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സമ്പൽ സമൃദ്ധിയാക്കി മാറ്റുന്നു. എന്ന് വെച്ചാൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാൽ എന്നിവ വിജയനഗര പ്രദേശത്തെ ഉന്നതിയിൽ എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് വിജയനഗരത്തിന് അത്രയേറെ പ്രാധാന്യമുള്ളത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന വിദേശികൾ എന്നറിയപ്പെടുന്നത് അറബികളാണ്. തർക്കമില്ലല്ലോ, അറബികളാണല്ലോ ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന വിദേശികൾ. യൂറോപ്യന്മാരെന്ന് എടുത്തു ചോദിക്കുമ്പോഴല്ലയോ പോർച്ചുഗീസുകാരെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ അറബികൾ കൊണ്ടുവന്ന കുതിരയുണ്ടല്ലോ, കുതിര, ആ കുതിരകളെ അറബികൾ കൊണ്ടുവരും. അറബികൾ കൊണ്ടുവന്ന കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക കച്ചവടക്കാരെ അറിയപ്പെടുന്ന പേരാണ് കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ഡൊമിംഗോ പയസ് ആണ്. 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം, ഹിരിയ കനാൽ എന്നിവ വിജയനഗര പ്രദേശത്തെ ഉന്നതിയിൽ എത്തിക്കുന്നു. ഉറപ്പായും നിങ്ങൾ പഠിക്കേണ്ടത് വിജയനഗരത്തിലെ പ്രസിദ്ധനായ രാജാവായിട്ടുള്ള കൃഷ്ണദേവരായർ ഏത് രാജവംശക്കാരനാണ്? തുളുവ വംശമാണ്. വിജയനഗര രാജവംശവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇത്തരം കാര്യങ്ങൾ ഉറപ്പായും നിങ്ങൾ ആ SCERT സ്കൂൾ ടെക്സ്റ്റിൽ നിർണായകമായി പഠിച്ചു മാറ്റണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, ഇന്ത്യയുടെ വിദേശ നയം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും പെട്ടെന്ന് ഈ പറയുന്ന ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആധുനിക ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് വിദേശ നയത്തിലേക്ക് പോകുന്നത്. പ്രധാനപ്പെട്ട പോർഷൻ കൂടെ ഇതിനിടയ്ക്ക് കൂടെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. വിദേശ നയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രത്തിന്റെ പെരുമാറ്റത്തെ നയിക്കുക, നിയന്ത്രിക്കുക എന്നിവ ചെയ്യുന്നത് ആ രാജ്യത്തെ വിദേശ നയമാണ്. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ ദേശീയ അധികാരമാണ് വിദേശ നയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിക്കും, ആൻസർ വ്യത്യാസമാണ്, പറഞ്ഞുതരാം. അപ്പൊ ഈ വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു ബേസ് കണ്ടന്റിൽ ആദ്യം ഒന്ന് പറഞ്ഞുതരും. ഏതൊരു മഹാരാജ്യം എടുത്തു ആ രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ രാജ്യത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കുന്ന തത്വങ്ങൾ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ്. 2 വിലപേശലിന്റെ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഒരു തത്വമുണ്ട്. വേറെ ഒന്നുമില്ല. ലോകരാജ്യങ്ങളെ നിങ്ങളൊക്കെ എടുത്തു, 193 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച 193 രാജ്യങ്ങളുണ്ട്. അതിൽ ചെറിയ രാജ്യങ്ങളുണ്ട്, വലിയ രാജ്യങ്ങളുണ്ട്. സൈനിക ശക്തി കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്, സൈനിക ശക്തി കുറഞ്ഞ രാജ്യങ്ങളുണ്ട്. വിഭവങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്, വിഭവങ്ങൾ കുറവുള്ള രാജ്യമുണ്ട്. ജനസംഖ്യ കൂടിയ രാജ്യമുണ്ട്, ജനസംഖ്യ കുറഞ്ഞ രാജ്യമുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളായിക്കോട്ടെ, ഏത് രാജ്യമായാലും ഒരു തിയറി ഓഫ് ബാർഗെയിനിങ് എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് എല്ലായ്പ്പോഴും എല്ലാ രാജ്യങ്ങളുടെയും വിദേശ നയത്തിൽ ഉണ്ടായിരിക്കും. 3ാമത്തെ വസ്തുത, ദേശീയ താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സിദ്ധാന്തം. ഈ പറയുന്ന രാജ്യങ്ങളെടുത്ത്, ഏത് രാജ്യങ്ങളെ എടുത്താലും ആ രാജ്യത്ത് എപ്പോഴും ഒരു ദേശീയ താല്പര്യം ഉണ്ടായിരിക്കും, ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും.
അപ്പൊ അത് തീവ്ര ദേശീയതയിലേക്ക് പോകുമ്പോഴാണ് എല്ലായ്പ്പോഴും വിദേശ നയത്തിൽ ഓരോരോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ദേശീയ താല്പര്യം പ്രോത്സാഹിപ്പിക്കാനുള്ള സിദ്ധാന്തം, വിലപേശലിന്റെ സിദ്ധാന്തം, രാജ്യത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കുന്ന തത്വങ്ങൾ എന്നിവ ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങളാണെന്ന് മാത്രം ഓർക്കണം. ഇനി വിദേശ നയത്തിന്റെ പ്രത്യേക നിർണായക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചരിത്രപരവും ദേശീയപരവുമായിട്ടുള്ള മൂല്യങ്ങൾ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിങ്ങൾ എടുത്തു. ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ എടുക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ നിർണായകമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് ചരിത്രപരമായിട്ട്, ഇന്ത്യക്ക് ദേശീയപരമായിട്ട് കുറച്ച് മൂല്യങ്ങളുണ്ട്. ഇന്ത്യക്ക് ഒരു ഭൂപ്രദേശമുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതുജനാഭിപ്രായം എന്നറിയപ്പെടുന്ന ഘടകമുണ്ട്. ഇന്ത്യയുടെ ദേശീയ ക്ഷമത എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ്. ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രത്യേക നിർണായക ഘടകങ്ങളാണെന്ന് മാത്രം ഓർക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട വസ്തുത, ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട് 2 കൺസെപ്റ്റ്, ഒന്ന് ട്രൂമാൻ സിദ്ധാന്തം, മറ്റൊന്ന് അയൺ കർട്ടൻ അല്ലെങ്കിൽ ഇരുമ്പ് തിരശീല. ഒന്ന് നോട്ട് ചെയ്തേക്കണം. പറഞ്ഞല്ലോ, ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടതല്ല ഈ ട്രൂമാൻ സിദ്ധാന്തവും അയൺ കർട്ടൻ ഇരുമ്പ് തിരശീലയൊക്കെ. എന്നിരുന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്കണം. ട്രൂമാൻ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ 1947 അമേരിക്കൻ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ പ്രഖ്യാപിച്ച സിദ്ധാന്തമാണ് ട്രൂമാൻ സിദ്ധാന്തം. വേറെ ഒന്നുമില്ല, മുതലാളിത്ത വ്യവസ്ഥയാണല്ലോ എപ്പോഴും അമേരിക്ക ഫോളോ ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായെന്നറിയപ്പെടുന്ന USSR എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ ഓരോ കാര്യങ്ങൾ ഇവർ പ്രഖ്യാപിക്കും. അപ്പൊ അവരെങ്ങനെയും ഇല്ലാണ്ടാക്കുക എന്ന ഒരു കൺസെപ്റ്റാണ് ട്രൂമാൻ സിദ്ധാന്തത്തിലൂടെ ഈ പറയുന്ന ഹാരി എസ് ട്രൂമാൻ കൊണ്ടുവരുന്നത്. ഇപ്പൊ ട്രൂമാൻ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ 1947 അത് പ്രഖ്യാപിക്കുന്നത്. ഇനി അയൺ കർട്ടൻ അല്ലെങ്കിൽ ഇരുമ്പ് തിരശീല എന്ന് പറഞ്ഞാൽ, 2ാം ലോക മഹായുദ്ധ ശേഷം സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ച രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു ബൗണ്ടറിയെ, ഒരു അതിർത്തിയെ അല്ലെങ്കിൽ അതിർവരമ്പിനെ അറിയപ്പെടുന്ന പേരാണ് ഇരുമ്പ് തിരശീല. അപ്പൊ ആർക്കെതിരെ ആയിരിക്കും ഈ പറഞ്ഞ അയൺ കർട്ടൻ അല്ലെങ്കിൽ ഇരുമ്പ് തിരശീല മെയിൻറ്റെയിൻ ചെയ്തത്? മുതലാളിത്ത രാജ്യമായ അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാജ്യങ്ങളെ എന്ത് ചെയ്യുക? പ്രതിരോധിക്കുക. അവരെ എല്ലാത്തിൽ നിന്നും മാറ്റുക, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒഴിവാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെടുന്ന USSR സ്ഥാപിച്ച പൊളിറ്റിക്കലും ആർമിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയവും സൈനികവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു വരമ്പിനെ അല്ലെങ്കിൽ ഒരു അതിരിനെ അറിയപ്പെടുന്ന പേരാണ് ഇരുമ്പ് തിരശീല. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദ്യ സാധ്യതയുള്ള ഒരു മേഖലയാണ് ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാം എന്നറിയപ്പെടുന്നത്. വേറെ ഒന്നുമില്ല, 1961 ഈ പറഞ്ഞ ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമാകുക. ആ പേരിൽ തന്നെ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഒരു ചേരിയിലും ചേരുന്നില്ല. ചേരുന്നുമില്ല, ചേരാതിരിക്കുന്നില്ല എന്ന് വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇപ്പം 1ാം ലോക മഹായുദ്ധം എടുത്തോ, 2ാം ലോക മഹായുദ്ധം എടുത്തോ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 2 ചേരികളാണ് ഉണ്ടായിരുന്നു. ഒന്ന് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് ചേരിയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന മുതലാളിത്ത സോഷ്യലിസ്റ്റ് ചേരികളിൽ ഒന്നും തന്നെ ഇടപെടാതെ അല്ലെങ്കിൽ പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച കുറച്ച് രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സംഘടനയെ അറിയപ്പെടുന്ന പേരാണ് ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നാം എന്നറിയപ്പെടുന്നത്. അപ്പൊ ശീത സമരം എന്ന് പറയുന്നത്, നമ്മൾ കോൾഡ് വാർ എന്ന് പറയും, അതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ USSR ചേരികളിൽ പെടാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയെ അറിയപ്പെടുന്ന പേര് ചേരിചേരാ പ്രസ്ഥാനം എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചതാരം ചോദിച്ചാൽ അത് VK കൃഷ്ണമേനോന. ഈ VK കൃഷ്ണമേനോന്റെ പ്രത്യേകത അറിയാലോ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം മലയാളിയാണല്ലോ VK കൃഷ്ണമേനോൻ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് VK കൃഷ്ണമേനോന. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി ആരും ചോദിച്ചാൽ അത് VK കൃഷ്ണമേനോന. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോവും. വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി അത് ബൽദേവ് സിംഗ്. പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് VK കൃഷ്ണമേനോനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറഞ്ഞ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം അത് 1955 ബാന്തൂങ് സമ്മേളനം അല്ലെങ്കിൽ ബന്ധൂങ് സമ്മേളനമാണ്. മിക്ക ഉദ്യോഗാർത്ഥികൾക്കും 1 മാർക്ക് നഷ്ടമാകുന്ന പോയിന്റ്. തീരുമാനിച്ചത് ബന്ധൂങ്ങില്, സമ്മേളനം നടക്കുന്നത് ഇവിടെ. ആദ്യ സമ്മേളനം അതായത് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നതാണ് 1955 ബന്ധൂങ് സമ്മേളനം.
ഈ പറയുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1961 ബെൽഗ്രേഡ് സമ്മേളനം, യൂഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചാണ് 1961 നാമിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പൊ നാം രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1955 ബന്ധും സമ്മേളനം. നിങ്ങൾ സമ്മേളനം അങ്ങ് വിട്ടേക്കും, നിങ്ങൾക്ക് അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. നാം രൂപീകരിക്കാൻ തീരുമാനിച്ചത് ബന്ധു സമ്മേളനം. ആദ്യ സമ്മേളനം നടന്ന എവിടെയാ? അത് 1961 ബെൽഗ്രേഡ് സമ്മേളനം. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറഞ്ഞ നാമുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ കമ്മിറ്റി ഉണ്ട്. 1987 നാമുമായി ബന്ധപ്പെട്ട് ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്ത അനുബന്ധ കമ്മിറ്റിയുടെ പേരാണ് ആഫ്രിക്ക ഫണ്ട്. ഈ ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ, ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധി ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദ്യ സാധ്യതയുള്ളതാണ്. ഇനി പറയുന്ന ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നാമിന്റെ രൂപീകരണത്തിന് ധാരാളം ലോക നേതാക്കൾ നേതൃത്വം നൽകി. അപ്പൊ നാമിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കളിൽ പറയുമ്പോൾ ആദ്യം ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നു? നാമിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. ദെൻ ഈജിപ്റ്റ് പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ നാമിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. യൂഗോസ്ലോവിയൻ പ്രസിഡന്റായ മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യൻ ഭരണാധികാരിയായ അഹമ്മദ് സുകാർണോ, ഘാന പ്രസിഡന്റായ ക്വാമി എൻക്രൂമ, ഘാന ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് ക്വാമി എൻക്രൂമയാണ്. ഇത്രയും ഭരണാധികാരികൾ അല്ലെങ്കിൽ ലോക നേതാക്കളാണ് നാമിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്യം ഇങ്ങനെയാ: ചേരിചേരായ്മ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1950 മാർച്ച് 15 ഫോം ചെയ്ത ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത് 1954. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് അതെന്താണ്? അത് പഞ്ചശീല തത്വമാണ്. അപ്പൊ ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെക്കുന്നത് 1954. ഈ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച ഭരണാധികാരികൾ ഒന്ന് ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു, ചൈനയ്ക്ക് വേണ്ടി ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗൻലായി 1954. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ വിദേശ നയത്തെ പറ്റി ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഉറപ്പായും നിങ്ങൾ വായിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്, ഇന്ത്യയുടെ വിദേശ നയത്തിന് ധാരാളം തത്വങ്ങളുണ്ട്. ഒന്ന്, സമാധാനപരമായ ഒരു സഹവർത്തിത്വം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സവിശേഷതയാണ്. ദെൻ വംശീയവാദത്തോടുള്ള വിദ്വേഷം. എല്ലാ രാജ്യങ്ങളിലും ഒരു വംശീയവാദം കാണും. ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ ഇംഗ്ലണ്ടുകാരനാണ്, ഞാൻ ബ്രിട്ടീഷാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണല്ലോ വംശീയവാദം. അപ്പൊ വംശീയവാദത്തോട് എല്ലായ്പ്പോഴും ഇന്ത്യക്ക് ഒരു വിദ്വേഷമുണ്ട്. അതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ത്യ ഈ പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയത്തില്ല, ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റ്, ആശയമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ വംശീയവാദത്തോടുള്ള വിദ്വേഷം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ദെൻ ചേരിചേരായ്മ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ്. പഞ്ചശീല തത്വങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. നമ്മൾ എല്ലായ്പ്പോഴും ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം, എന്ത് പ്രശ്നം നടന്നാലും എന്ത് യുദ്ധം നടന്നാലും മറ്റു രാജ്യങ്ങളുടെ ആക്രമണം നടന്നാലും നമ്മൾ എല്ലായ്പ്പോഴും ആരെ വിശ്വസിക്കുന്നുണ്ട്? ഐക്യരാഷ്ട്ര സഭ എന്നറിയപ്പെടുന്ന UN വിശ്വസിക്കുന്നുണ്ട്. ദെൻ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തിൽ. ദെൻ സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുള്ള എതിർപ്പ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് നമുക്ക് വേണ്ടത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് അത് ജവഹർലാൽ നെഹ്റു ആണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം അത് ബാന്തൂങ് സമ്മേളനം അല്ലെങ്കിൽ ബന്ധൂങ് സമ്മേളനം. അത് 1955. ദെൻ നാമിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാ? അത് ബെൽഗ്രേഡില. അത് യൂഗോസ്ലോവിയയിൽ 1961. നാം എന്ന ആശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ചതാരം ചോദിച്ചാൽ അത് VK കൃഷ്ണമേനോനാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, നാമിന്റെ രൂപീകരണത്തിന്, അതായത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തിനെയാണ്?
അത് പഞ്ചശീല തത്വങ്ങളാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ചേരിചേരാ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന നാം 1961 സ്ഥാപിതമായി എന്ന് നമ്മൾ കേട്ടല്ലോ. ഈ നാമിന്റെ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിലെ ആകെ അംഗസംഖ്യ 120 ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നത് ജോസഫ് ബ്രോസ് ടിറ്റോയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നമ്മൾ എന്താണ് ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്യം നമ്മൾ പറഞ്ഞു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ ഒരു മേഖലയിൽ നിന്ന് കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? 1962 ഇൻഡോ ചൈന, ഇന്ത്യയും ചൈനയും 1922 യുദ്ധം ഉണ്ടായിരുന്നല്ലോ. ആ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 4 ഓപ്ഷൻ കൊടുത്തപ്പോണ്ട് ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാം, വേറെ ഒന്നുമില്ല. ആൻസർ ഓപ്ഷൻ ഡി, ദലൈലാമ എന്നറിയപ്പെടുന്ന ദലൈലാമ എന്നറിയപ്പെടുന്ന വ്യക്തിക്ക് ഇന്ത്യ അഭയം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണമായി പറയപ്പെടുന്നത്. വേറെ ഒന്നുമില്ല. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിന് കാരണമായ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ടിബറ്റൻ പ്രശ്നവും മറ്റൊന്ന് അതിർത്തി തർക്കവുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടിബറ്റിന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് ദലൈലാമയാണ്. ദലൈലാമയുടെ ഔദ്യോഗിക വസതിയുടെ പേരാണ് പൊട്ടാല പാലസ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ എന്താ ഈ ടിബറ്റിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിച്ച ഒരു പ്രദേശമാണ് ടിബറ്റ്. ടിബറ്റിന്റെ ആത്മീയ നേതാവാണ് ദലൈലാമ. ഈ ദലൈലാമയ്ക്ക് 1959 അതായത് ചൈന എന്നറിയപ്പെടുന്ന മഹാരാജ്യം ടിബറ്റിനെ ആക്രമിച്ച് അതിന്റെ ഭാഗമാകുന്ന 1959. ഇതിനെതിരെ 1959 മുതൽ ടിബറ്റിൽ ഇതിനെതിരെ ഈ ചൈനയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കും. അപ്പൊ ചൈന തിരിച്ചടിക്കുമല്ലോ. ചൈനീസ് ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ദലൈലാമ പൊട്ടാല പാലസ് ഉൾപ്പെടെ ഉപേക്ഷിച്ച് രാഷ്ട്രീയ അഭയം ഇവിടെ തേടും, ഇന്ത്യയിൽ തേടും 1959. ഈ ഒരു കണ്ടന്റ് പറയുമ്പം UN-ന്റെ ഐക്യരാഷ്ട്ര പ്രമേയവുമായി ബന്ധപ്പെട്ട് നമ്മൾ UN-ന്റെ 30 ആർട്ടിക്കിളിനെ പറ്റി പറയുമല്ലോ. ആ 30 ആർട്ടിക്കിൾ ഏതൊരു ഭരണാധികാരിക്കും ഏതൊരു വ്യക്തിക്കും അവരെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റ് രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ 1959 ടിബറ്റിന്റെ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി. അത് പ്രധാന ഒരു കാരണമാണ് ഇന്നിന്റെ ഈ പറഞ്ഞ 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാരണം ഏതെന്ന് ചോദിച്ചാൽ അത് ദലൈലാമ എന്നറിയപ്പെടുന്ന ടിബറ്റിന്റെ ആത്മീയ നേതാവിന് ഇന്ത്യ അഭയം നൽകിയതാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണ്. അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്ന സംവിധാനത്തെ പറ്റി ഉറപ്പായും മത്സര പരീക്ഷയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ഒരു മേഖല, നാവിക കലാപം, മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല. ഇത്രയും മേഖലകൾ ഉറപ്പായും നമ്മൾ കവർ ചെയ്യണം. അപ്പൊ ആ ഒരു സെഷനിലേക്ക് പോകുമ്പോൾ ഒരു ന്യൂജൻ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ശരിയാണ്. INA രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരാണ് ഝാൻസി റാണി റെജിമെന്റ്. ഈ ഝാൻസി റാണി റെജിമെന്റിലെ പ്രധാനപ്പെട്ട മലയാളി സാന്നിധ്യമാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൽ ഖാദറും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ INA-യിൽ ചേർന്ന മലയാളികളാണ് ഒന്ന് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. ഈ വക്കം അബ്ദുൽ ഖാദറിനെ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, വക്കം അബ്ദുൽ ഖാദർ മൗലവി വേറെ, വക്കം അബ്ദുൽ ഖാദർ വേറെ, രണ്ടാണ്, മറക്കരുത്. ഓക്കെ. അപ്പൊ ഇതിന് ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന വസ്തുതയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്. അതായത് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റിനെ അറിയപ്പെടുന്ന പേരാണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സിംഗപ്പൂരിൽ സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരും ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ ആരെ എഴുതരുത്? സുഭാഷ് ചന്ദ്രബോസിനെ എഴുതരുത്. അത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം
ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഇനി ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് 1943. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്ന ആസാദ് ഹിന്ദ് ഫൗജ് 1942 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആസാദ് ഹിന്ദ് ഫൗജ് 1942 രൂപീകരിക്കുന്നു. 1943 സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഈ INA മുൻഗാമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിനെ പറ്റിയാണ്. INA മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. മറക്കല്ലേ, റാഷ് ബിഹാരി ഘോഷും ഉണ്ട്, റാഷ് ബിഹാരി ബോസും ഉണ്ട്. രണ്ടാളുകളാണ്. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുന്നത് 1942 റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന INA ബന്ധപ്പെട്ട വനിതാ വിഭാഗം ഉണ്ടല്ലോ, INA വനിതാ വിഭാഗത്തിന്റെ പേരാണ് ഝാൻസി റാണി റെജിമെന്റ്. ആ ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ്. ഈ പറയുന്ന റെജിമെന്റിന് രൂപം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. INA വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റ് രൂപം കൊടുക്കുന്നത് സുഭാഷ് ചന്ദ്രബോസും ഈ ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളുമാണ്. രണ്ട് ചോദ്യമാണ്. അടുത്തത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരാണ് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ. അപ്പം ഈ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയാണ്. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരാണെന്ത്? ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നു. ഇനി INA നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ നാഷണൽ ആർമി ഈ INA രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ മൊയ്രാങ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഓരോ ബ്രിഗേഡുകൾക്ക് ഓരോരോ പേരുകളുണ്ട്. INA ബ്രിഗേഡുകളുടെ പേരുകൾ ഒന്ന് ഗാന്ധി, മറ്റൊന്ന് ആസാദ്, നെഹ്റു, സുഭാഷ്, അങ്ങനെ 4 ബ്രിഗേഡുകളായിട്ടാണ് INA ഉള്ളത്. INA വിശ്വാസ പ്രമാണം എന്നറിയപ്പെടുന്നത് ഐക്യം, വിശ്വാസം, ത്യാഗം എന്നിവയാണ്. അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ വായനയിൽ ഒന്ന് ഉൾപ്പെടുത്തുക. INA പടയണി ഗാനത്തിന്റെ പേരാണ് കദം കദം ബഡായേജ. അത് ഈണമിട്ടത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ദെൻ ഈ കദം കദം ബഡായേജ എന്ന ഗാനം എഴുതിയതാരം ചോദിച്ചാൽ അത് വംശീധർ ശുക്ലയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ദെൻ INA എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാക ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാകയാണ്. അതുകൂടി ഒന്ന് വായനയിൽ ഉൾപ്പെടുത്തുക. ഇനി നിർണായകമായ മാർക്കാണ് ക്യാബിനറ്റ് മിഷൻ. എന്താ ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്? അതായത് ഇന്ത്യൻ നേതാക്കളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ത്യക്ക് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്നു. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. അപ്പൊ ഇന്ത്യൻ നേതാക്കളുമായിട്ട്, ഇന്ത്യയിലെ പ്രസിദ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളുമായിട്ട് ഒരു അധികാര കൈമാറ്റ ചർച്ചകൾ നടത്താൻ വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി, ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമന്റ് ആറ്റ്ലി, അദ്ദേഹം ഇന്ത്യയിലേക്ക് അയച്ച മിഷന്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 23 ഇന്ത്യയിൽ എത്തുന്നതായിട്ട് മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്യുന്നത്. അവിടെയും ഒരു കറക്റ്റ് കണ്ടന്റ് ഇതിങ്ങനെയാണ്. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 കറാച്ചിയിൽ എത്തുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 46 കറാച്ചി എന്നറിയപ്പെടുന്ന പ്രദേശവും ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഡൽഹിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒറ്റ പ്രദേശം തന്നെയാണ്. 1946 മാർച്ച് 23 ഇന്ത്യയിൽ എത്തുന്നു. ദെൻ 46 മാർച്ച് 23 കറാച്ചിയിലും തുടർന്ന് മാർച്ച് 24 ഡൽഹിയിലുമാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കണ്ടന്റ് ടെക്സ്റ്റുകളെല്ലാം അങ്ങനെ കൊടുത്തേക്കുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യയിൽ എത്തുമ്പോൾ വൈസ്രോയി ആരും ചോദിച്ചാൽ അത് വേവൽ പ്രഭുവാണ്. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ വൈസ്രോയി ആരാണ്? അത് വേവൽ പ്രഭുവാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ദെൻ ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങൾ 3 അംഗങ്ങളാണ്. ഒന്ന് പെദ്വിക്കി ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിൽ ചെയർമാൻ ആരാണ്? പെദ്വിക്കി ലോറൻസ്. അപ്പൊ 1946 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1946 മാർച്ച് 23 ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷന്റെ 3 അംഗങ്ങൾ, ക്യാബിനറ്റ് മിഷനിലെ 3 പ്രധാന അംഗങ്ങൾ പെദ്വിക്കി ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് പെദ്വിക്കി ലോറൻസ് ആണ്. ഇനി ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്
1946 സെപ്റ്റംബർ 2 ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ഇടക്കാല മന്ത്രിസഭ അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെന്റ് ഫോം ചെയ്യും. ആ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് വേവൽ പ്രഭുവും ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവ. 1946 സെപ്റ്റംബർ 2 മുൻകാല വർഷങ്ങളിൽ ഒത്തിരി തവണ ചോദിച്ചതാണ്. അപ്പൊ ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ആരൊക്കെയാ? പെദ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിൽ ചെയർമാൻ ആരാണ്? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പെദ്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഒരു ഇടക്കാല മന്ത്രിസഭ ഫോം ചെയ്യുന്നത്. ആ ഇടക്കാല മന്ത്രിസഭ ഫോം ചെയ്തിരുന്ന 1946 സെപ്റ്റംബർ 2 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഇടക്കാല ഗവൺമെന്റ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് വേവൽ പ്രഭുവ. അപ്പം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പം വൈസ്രോയി ആരാണ്? വേവൽ പ്രഭുവ. അടുത്ത നിർണായകമായ മാർക്കാണ് 1946 ഇന്ത്യൻ നാവിക കലാപം എന്നറിയപ്പെട്ട ബോംബെ കലാപം നടക്കും. 1946 ഏറ്റവും പ്രധാനപ്പെട്ട SCERT ഫാക്ടാണ്. SCERT സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. അവിടെ 2 പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, നാവിക കലാപം എന്നറിയപ്പെടുന്ന ബോംബെ കലാപം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ബോംബെയിലാണ്. തെലങ്കാന സമരം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. തെഫാഗ സമരം നടക്കുന്നത് ബംഗാളിലാണ്. അപ്പൊ നമുക്ക് വേണ്ടത് 1946 ഇന്ത്യൻ നാവിക കലാപം ബോംബെയിൽ ആരംഭിക്കുന്നു. ബോംബെ അറിയപ്പെടുന്ന പേര് മുംബൈ എന്നാണല്ലോ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഈ ബോംബെ കലാപത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ നാവിക കലാപത്തെ ബോംബെ കലാപം എന്നറിയപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ കലാപം നടക്കുന്നത്? മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഒന്ന്, ഈ പറയുന്ന ബോംബെ കലാപം അല്ലെങ്കിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ HMIS തൽവാർ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന നാവിക കലാപത്തെ പശ്ചാത്തലമാക്കി മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്യമുണ്ട്, സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി എന്ന് നാവിക കലാപത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ 1946 ഇന്ത്യൻ നാവിക കലാപം എന്നറിയപ്പെടുന്ന ബോംബെ കലാപം നടക്കുന്നത്. നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ അത് HMIS തൽവാർ ആണ്. നാവിക കലാപത്തെ സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി ഇത് വിശേഷിപ്പിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന നാവിക കലാപവുമായി ബന്ധപ്പെട്ട് നാവിക കലാപാരികൾ രൂപം കൊടുത്ത സംഘടനയുടെ പേരാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. വേറെ ഒന്നും ചിന്തിക്കേണ്ട, നേവി ആണല്ലോ, നാവികം എന്ന് പറയുമ്പോൾ നേവിയാണ്. നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. ഈ നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് MS ഖാനാണ്. MS ഖാനാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഈ കലാപത്തിന് നേതൃത്വം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖനായ വ്യക്തിയാണ് BC ദത്ത്. ഈ നാവിക കലാപവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഈ പറയുന്ന 1946 നടന്ന നാവിക കലാപത്തെ പിന്തുണച്ച ഏക രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിന്നീട് ഈ നാവിക കലാപം മറ്റു പ്രദേശങ്ങളിലേക്ക്, കറാച്ചിയിലേക്ക്, പൂനെയിലേക്ക്, കൽക്കട്ട, മദ്രാസ്, വിശാഖപട്ടണം എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുവാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട ഒരു അടിസ്ഥാന വസ്തുതയാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട വസ്തുത. 1869 ഒക്ടോബർ 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പോർബന്ദറിന്റെ ആദ്യകാല പേര് സുധാമപുരി എന്നാണ്. ഗുജറാത്ത് എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇതിഹാസങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇതിഹാസങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിലെ പോർബന്ദറിന്റെ ആദ്യകാല പേര് സുധാമപുരി എന്നാണ്. ഒത്തിരി ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഗുജറാത്ത് തീരമുണ്ട്. ഗുജറാത്ത് തീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് ഗുജറാത്തിന്റെ തെക്ക് മുതൽ ഗുജറാത്തിന്റെ വടക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ തീരസമതലത്തെ അറിയപ്പെടുന്ന പേര് ഗുജറാത്ത് തീരമെന്നാണ്. അപ്പൊ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. അപ്പൊ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ എന്തിനാ പോകുന്നത്? 1893 ദാദാ അബ്ദുള്ള എന്നറിയപ്പെടുന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയാണ് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം പോകുന്നത്. 1893 പോകുന്നു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിലാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്നല്ല പറയുന്നത്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിലാണ് നടക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം
1908 ജോഹന്നാസ്ബർഗിലാണ്. ദെൻ 1919 ഇന്ത്യയിൽ അദ്ദേഹം 2 പ്രമുഖ പത്രങ്ങൾ ആരംഭിക്കുന്നു. ഒന്ന് നവജീവൻ, അത് ഗുജറാത്തി ഭാഷയിൽ, യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിൽ. ഇത് മുൻകാല വർഷ ചോദ്യമാണ്. നവജീവൻ ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ആത്മകഥ ഏത് ഭാഷയിലാണ് ചോദിച്ചാൽ അത് ഗുജറാത്തി ഭാഷയിലാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ഈ പറയുന്ന 2 മാസിക നമ്മൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാ? ഒന്ന് നവജീവൻ ഗുജറാത്തി ഭാഷയിൽ, യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിൽ. ഈ യങ് ഇന്ത്യയുടെ എഡിറ്റർ ആയിട്ട് പ്രവർത്തിച്ച മലയാളി ആരും ചോദിച്ചാൽ അത് ജോർജ് ജോസഫ് ആണ്. അപ്പൊ മഹാത്മാഗാന്ധി സ്ഥാപിച്ച യങ് ഇന്ത്യയുടെ എഡിറ്ററായി പ്രവർത്തിച്ച മലയാളി ആരാണ്? ജോർജ് ജോസഫ് ആണ്. ഇനി ഈ പറയുന്ന മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹത്തിന് വേണ്ടി കേരളത്തിൽ തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള വ്യക്തിത്വമാണ് കെ കേളപ്പൻ. അപ്പൊ ആ ഒരു കണ്ടന്റ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒന്നാമത്തെ വസ്തുത, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗുരു എന്നറിയപ്പെടുന്നത് അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമ്മളെ കുഴപ്പിച്ചു കളയും. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയും ആത്മീയ ഗുരു സ്പിരിച്വൽ ഗുരു ആരെന്ന് ചോദിച്ചാൽ അത് ലിയോ ടോൾസ്റ്റോയി. രണ്ട് ചോദ്യമാണ്. അപ്പൊ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയും. ആത്മീയ ഗുരു ആരെന്ന് ചോദിച്ചാൽ അത് ലിയോ ടോൾസ്റ്റോയും ആണ്. ദെൻ മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പൊളിറ്റിക്കൽ ഫോളോവർ ആയിട്ട് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയും ആത്മീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് അത് വിനോബ ഭാവെയുമാണ്. ഈ 4 വ്യക്തികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര? ഗോപാലകൃഷ്ണ ഗോഖലെ. ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാ? ജവഹർലാൽ നെഹ്റുവിനെയാണ്. ആത്മീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് വിനോബ ഭാവെയാണ്. അപ്പൊ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട വസ്തുത ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഏരിയ ആണ് മഹാത്മാഗാന്ധി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് വാർധ പദ്ധതി. കൊണ്ടുവരുന്നത് 1937 ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർധ പദ്ധതി. ഇനി അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. നയി താലിം എന്നറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട്. നൂതന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന നയി താലിം എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാ. വേറെ ഒന്നുമില്ല. വിദ്യാഭ്യാസം കൊടുക്കുക, വിദ്യാഭ്യാസം എന്തെങ്കിലും ഉൽപാദനക്ഷമവുമായിട്ടുള്ള ഏതെങ്കിലും തൊഴിലുമായിട്ട് കണക്ട് ചെയ്ത് വേണം, ബന്ധപ്പെടുത്തി വേണം എന്ന് നിർദ്ദേശിച്ചത് ഈ നയി താലിം പദ്ധതിയാണ്. ആ നയി താലിം പദ്ധതിയിൽ 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകണം എന്നുകൂടി പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന നയി താലിം പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ പേര് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷൻ എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നയി താലിം പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷന്റെ പേര് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷൻ എന്നാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ്. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, രക്തമാംസാദികൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരുന്നില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് എന്ന് മഹാത്മാഗാന്ധിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ദെൻ ബെർണാഡ് ഷാ പറഞ്ഞൊരു വാക്യമുണ്ട്. ബെർണാഡ് ഷാ പറഞ്ഞത് ഇങ്ങനെയാ: ഗാന്ധിജിയുടെ മരണ വാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തിയുടെ പേര് ബെർണാഡ് ഷാ ആണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്യം മിക്ക പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥം എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥം എഴുതിയത് രാമചന്ദ്ര ഗുഹ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യസാധ്യതയുള്ള മേഖല, കാരണം ഇത് SCERT സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? അത് സി ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത്. ഗാന്ധി വധത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് കപൂർ കമ്മീഷനാണ്. മഹാത്മാഗാന്ധിയുടെ വധത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേര് കപൂർ കമ്മീഷൻ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗാന്ധിജിയുടെ ഘാതകന്റെ പേര് നാഥൂറാം വിനായക് ഗോഡ്സെ ആണല്ലോ. ആ വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയ ജയില് അംബാല ജയിലാണ്. പഞ്ചാബിലെ അംബാല ജയിലാണ്. 5 നദികളുടെ നാടെന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി ഈ പറയുന്ന നാഥൂറാം വിനായക് ഗോഡ്സെയോടൊപ്പം
വേറൊരാളെ കൂടി തൂക്കിലേറ്റുന്നുണ്ട്. അത് നാരായൺ ദത്താത്രേയ ആപ്തെയാണ്. അതുകൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന സി ശങ്കരൻ നായരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതിലൊന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായും നമ്മൾ പഠിക്കണം. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമന്റ് ആറ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ക്ലമന്റ് ആറ്റ്ലിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലമന്റ് ആറ്റ്ലി. ഈ ക്ലമന്റ് ആറ്റ്ലിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നത്. ആ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇടക്കാല മന്ത്രിസഭ അല്ലെങ്കിൽ ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനിയാണ്. അദ്ദേഹത്തെയാണല്ലോ, JB കൃപലാനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് JB കൃപലാനിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് അത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയെ അറിയപ്പെടുന്ന പേരാണ് ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൾക്കൻ പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതിയൊക്കെയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ അതിൽ തെറ്റായ പ്രസ്താവന ആയിക്കോട്ടെ ശരിയായ പ്രസ്താവന ആയിക്കോട്ടെ, നമുക്ക് വേണ്ട എന്താ, ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് ആറാമനാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനും, ഈ പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൺ പ്രഭുവും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? അത് JB കൃപലാനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പം KPCC പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് കേളപ്പന. കേളപ്പനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുത, ഈ പറയുന്ന മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മലയാളിയാണ് കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. ഗ്രാമദീപം എന്ന മാസിക സ്ഥാപിച്ചത് കേളപ്പനാണ്. ഒത്തിരി വസ്തുതയുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത ഇതാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ലൂയിസ് മൗണ്ട് ബാറ്റൺ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റനെ പറ്റി ഓർത്തു വെക്കേണ്ട വസ്തുത ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറലും ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ലൂയിസ് മൗണ്ട് ബാറ്റൺ. ഈ മൗണ്ട് ബാറ്റനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി മൗണ്ട് ബാറ്റൺ പ്ലാൻ തയ്യാറാക്കിയത് ലൂയിസ് മൗണ്ട് ബാറ്റൺ ആണ്. ഈ പ്ലാനിനെയാണ് ജൂൺ 3 പ്ലാൻ. ആ ഡേറ്റിൽ വരെ ആ ഒരു സാമ്യതയുണ്ട്. 1947 ജൂൺ 3 ഈ പറയുന്ന പ്ലാൻ അവതരിപ്പിക്കുന്നത്, അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്നത്, ബാൾക്കൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്, ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതിയെ പറ്റിയാണ്. ഇനി 1947 ജൂൺ 3 ഡൽഹിയിൽ ഈ പറയുന്ന ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെട്ട ദില്ലിക എന്നറിയപ്പെട്ട ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ ഈ പറയുന്ന പദ്ധതി, മൗണ്ട് ബാറ്റൺ പദ്ധതി ഉണ്ടല്ലോ, അത് അവതരിപ്പിക്കും. ഈ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പദ്ധതി അംഗീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വിഭജിക്കുന്നു. വിഭജന സമയത്ത് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞൊരു വാക്യമുണ്ട്, അത് പഴയ SCRT സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, താഴെ പറയുന്ന പ്രസംഗങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വിധിയുമായിട്ടൊരു കൂടിക്കാഴ്ച എന്ന പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ജവഹർലാൽ നെഹ്റു നടത്തിയത്. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം 1942 ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് മഹാത്മാഗാന്ധിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രസംഗം മഹാത്മാഗാന്ധി നടത്തിയത്. ചിക്കാഗോ പ്രസംഗം നടത്തിയത് സ്വാമി വിവേകാനന്ദനാണല്ലോ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ, മുതുകുളം പ്രസംഗം നടത്തിയത് ആരല്ല? C കേശവനല്ല. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. നമ്മളെ കുഴപ്പിക്കുന്ന 3 പ്രസംഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. ഒന്ന് 1933 ചേർത്തല പ്രസംഗം, 1935 കോഴഞ്ചേരി പ്രസംഗം, 1947 മുതുകുളം പ്രസംഗം. 3 ചോദ്യമാണ്. 1933 ചേർത്തല പ്രസംഗം, ഈഴവ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ചേർത്തല പ്രസംഗം നടത്തിയത് C കേശവനാണ്.
1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അത് സി കേശവനല്ല. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ 1947. സ്വന്തം കുടുംബാമ്പലം എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി തുറന്നു കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാ. കേരളത്തിലെ മദൻ മോഹൻ മാളവി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാ. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ. BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ ആരെ ചോദിച്ചാൽ അതിനുത്തരം മന്നത്ത് പത്മനാഭൻ. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. അടുത്തത് കോഴഞ്ചേരി പ്രസംഗം ആരാ സംഘടിപ്പിച്ചേ? അത് സി കേശവനാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ജവഹർലാൽ നെഹ്റു ആണ് 1930കളിൽ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ജാഥ സംഘടിപ്പിച്ച റാണി ഗൈഡില്ലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിച്ചു കളയും. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഇന്ത്യയുടെ വിഭജന സമയത്ത് ഇന്ത്യ 1947 ഇന്ത്യയെ വിഭജിക്കുമല്ലോ. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഒന്ന് അഭയാർത്ഥി പ്രശ്നവും മറ്റൊന്ന് നാട്ടുരാജ്യ സംയോജനവും. ഈ നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട് ധാരാളം പരീക്ഷകളിൽ ചോദിച്ച ചോദ്യം ഇതാണ്: സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആകെ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട SCRT ഫാക്ട് അങ്ങോട്ട് പറഞ്ഞു തരിക. നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, ഏകതയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം തന്നെയാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ. എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. ഈ നാട്ടുരാജ്യ സംയോജനം, ഈ പറയുന്ന 565 നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കണം. അതിനുവേണ്ടി ഒരു നാട്ടുരാജ്യ സംയോജന പ്രക്രിയ തുടങ്ങി. ആ പ്രക്രിയക്ക് നേതൃത്വം നൽകിയത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതിൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെടുന്ന വ്യക്തിയുമുണ്ട്, VP മേനോനുമുണ്ട്. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, VP മേനോനും സർദാർ വല്ലഭായ് പട്ടേൽ മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പൊ നാട്ടുരാജ്യ സംയോജന പ്രക്രിയക്ക് പ്രധാനമായിട്ടും രണ്ട് നേതൃത്വം, ഒന്ന് വപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന VP മേനോനും സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ നാട്ടുരാജ്യ ലയനവുമായി ബന്ധപ്പെട്ട ഓരോരോ കരാറുണ്ട്. ആ കരാറിൽ ഒപ്പിട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിനുവേണ്ടി സഹായിച്ച മലയാളി വപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന VP മേനോനാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ആരൊക്കെ? സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം VP മേനോനൊപ്പം ആരും പ്രവർത്തിച്ചിട്ടുണ്ട്? നെഹ്റുവും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി VP മേനോന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് VP മേനോനാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വെയിറ്റ് ചെയ്യുക. അങ്ങനെ 565-ൽ ഈ പറയുന്ന 562 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കും. 3 നാട്ടുരാജ്യങ്ങൾ മാത്രം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കത്തില്ല. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഈ 3 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിൽക്കും. അപ്പൊ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ഈ 565 നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഭാവ് നഗർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ പറഞ്ഞ 3 പ്രദേശങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാ? ഈ പറഞ്ഞ കാശ്മീർ നമ്മൾ പറഞ്ഞു, കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ട്. ജുനഗഡിന് പ്രത്യേകതയുണ്ട്, ഹൈദരാബാദിന് പ്രത്യേകതയുണ്ട്. അതിൽ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നത് ജുനഗഡ് ജനഹിതം. ഹൈദരാബാദിനെ സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത്. ആ കണ്ടന്റ് കൂടി നമുക്ക് വേണം. 1947 ഒക്ടോബർ 26-ന് ലയന കരാർ വഴി ഈ പറയുന്ന കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നു. ആ സമയത്ത് കാശ്മീരിന്റെ രാജാവ് രാജ
ഹരിസിംഗ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി 1947 നവംബറിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റിലൂടെ ഹൈദരാബാദ് എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യം ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറയും. അതിന്റെ പശ്ചാത്തലത്തിൽ 1948 ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കും. അപ്പൊ 1947 നവംബറിൽ ഹൈദരാബാദ് പറയുന്നത് എന്തുവാ? സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്, ഞങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള ഒരു എഗ്രിമെന്റിലൂടെ അവരെന്ത് ചെയ്യുന്നു? ഹൈദരാബാദ് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി രേഖപ്പെടുത്തി അതിൽ ഇന്ത്യൻ യൂണിയനിൽ ഒപ്പിടും. അപ്പൊ ഈ പറയുന്ന ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ ലയിക്കത്തില്ല. അപ്പൊ തൊട്ടടുത്ത വർഷം 1948 ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നുണ്ട്. അതുകൂടി ഓർക്കുക. ദെൻ ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ നൈസാം ആരും ചോദിച്ചാൽ മിർ ഉസ്മാൻ അലിയാണ്. 1948 സെപ്റ്റംബറിലാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി SCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കുത്തിവയ്പ്പുണ്ട്. VP മേനോൻ എന്നറിയപ്പെടുന്ന വപ്പാല പങ്കുണ്ണി മേനോൻ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളും ഓർത്തു വെക്കണം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇത് മുൻകാല വർഷങ്ങളിൽ ഒരു ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ദി സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് VP മേനോനാണ്. 1951 ഒഡീഷ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണറായിട്ട് മാറുന്നു. അതിൽ SCERTയിൽ 1952 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഒഡീഷയുടെ ഗവർണർ ആയിട്ടുണ്ടാര്? VP മേനോൻ എന്നറിയപ്പെടുന്ന വപ്പാല പങ്കുണ്ണി മേനോൻ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ജുനഗഡ് ജനഹിത റഫറണ്ടം എന്നറിയപ്പെടുന്ന ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജുനഗഡ. ദെൻ ജുനഗഡുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. 1947-48 സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം ഓരോ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ട എന്ന് വാശി പിടിക്കുന്ന സമയത്ത് ജുനഗഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരം നയിച്ച വ്യക്തിത്വത്തിന്റെ പേരാണ് സമൽദാസ് ഗാന്ധി. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട 2 SCERT ഫാക്ടുകൾ. 1954 ഫ്രാൻസ് എന്നറിയപ്പെടുന്ന വിദേശ രാജ്യം ഇന്ത്യക്ക് കൈമാറിയ 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ ആൻഡ് യാനം. അപ്പൊ പോണ്ടിച്ചേരിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. അപ്പൊ 1954 ഈ പ്രദേശങ്ങളൊക്കെ ഇന്ത്യക്ക് കൈമാറിയിട്ട് അവർ പോയി. 1961 പോർച്ചുഗൽ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാർ, പറങ്കികൾ എന്നറിയപ്പെടുന്ന പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഈ പറയുന്നത്. അപ്പൊ 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ പ്രദേശങ്ങൾ ഏതൊക്കെയാ? പോണ്ടിച്ചേരി ഫ്രാൻസിന്റെ അധികാര പരിധിയിലായിരുന്നു. മാഹി, കാരയ്ക്കൽ, യാനം. അതിൽ പോണ്ടിച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർട്ടിനും ചെന്നൈ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേയുമാണ്. ഇനി ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു 4 ഏരിയ. ഒന്ന്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, പരീക്ഷാ ചോദ്യമാണ്. ഫസൽ അലി കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. JVP കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. then ഏറ്റവും ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് തെലങ്കാന സംസ്ഥാനം. ആ തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേരെന്താണ്? തെലങ്കാന സംസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് നമുക്ക് ഇനിയുള്ളൊരു പോർഷനിൽ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത്. അതായത് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്ത്യ മഹാരാജ്യത്ത് ഭാഷാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. അതിനുവേണ്ടി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം, അത് 1920 നാഗ്പൂർ സമ്മേളനം. ഈ 1920 നാഗ്പൂർ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ C വിജയരാഘവാചാര്യർ 1920 ഈ പറയുന്നത്. ദെൻ അതിന്റെ പശ്ചാത്തലത്തിൽ 1948 ജൂണിൽ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഓരോ സംഘടനകൾ ധാരാളം തരത്തിലുള്ള പ്രഷർ ചെലുത്തും. പ്രഷർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന സംവിധാനം പോലെ. അങ്ങനെ 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ SK ദറ 1948 ആണ്. അപ്പൊ ഇതേ വർഷം 1948 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഫോം ചെയ്യും. അതിന്റെ പേരാണ് JVP കമ്മിറ്റി. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്.
1947 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനിലെ 3 അംഗങ്ങളാണ്. ഒന്ന് ജവഹർലാൽ നെഹ്റു, മറ്റൊന്ന് വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഈ 3 വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ JB കൃപലാനിയെ പറ്റി പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പട്ടാഭി സീതാരാമയ്യ. JB കൃപലാനി അല്ല, പട്ടാഭി സീതാരാമയ്യ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ JVP കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ഉണ്ട്, വല്ലഭായ് പട്ടേൽ ഉണ്ട്, പട്ടാഭി സീതാരാമയ്യ ഉണ്ട്. അപ്പൊ JVP കമ്മിറ്റി എന്താ? 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ പേരാണ് JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിൽ അംഗങ്ങളെ അറിയാൻ വേറെ ഒന്നും ചെയ്യേണ്ട. ഒന്ന് ജവഹർലാൽ നെഹ്റു, B വല്ലഭായ് പട്ടേൽ, P പട്ടാഭി സീതാരാമയ്യ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം ഫോം ചെയ്തു. ഈ ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി ഒരു വ്യക്തി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അത് പോറ്റി ശ്രീരാമലു. 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം അദ്ദേഹം മരിക്കുകയാണ്, പോറ്റി ശ്രീരാമലു. അപ്പൊ നമുക്ക് വേണ്ടത് ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം 1953 ഒക്ടോബർ 1 ആന്ധ്ര നിലവിൽ വന്നു. ദെൻ 1956 നവംബർ 1 ഇന്ത്യ മഹാരാജ്യത്ത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഫോം ചെയ്യും. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അതിൽ ആരും ഉൾപ്പെടും? കേരളം ഉൾപ്പെടും. കേരളം നിലവിൽ വന്ന 1956 നവംബർ 1 ഇന്ത്യയിലെ 15ാമത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത്. 1960 ഗുജറാത്ത് എന്ന സംസ്ഥാനം ഫോം ചെയ്യുന്ന ഇന്ത്യയിലെ 15ാമത്തെ. അപ്പൊ 14 സംസ്ഥാനങ്ങൾ ഓൾറെഡി ആയി. 15ാമത്തെ സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗോവ. 1987 ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനമായിട്ട് ഗോവയെ ഡിക്ലെയർ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തെലങ്കാന സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനമാണല്ലോ തെലങ്കാന സംസ്ഥാനം. തെലങ്കാന നിലവിൽ വന്നത് 2014 ജൂൺ 2 തെലങ്കാന സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേര് BN ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ്. നമ്മളെ കുഴപ്പിക്കുന്ന വസ്തുത, ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. അപ്പൊ അവിടെ 2019 എന്ത് ചെയ്തു? ജമ്മു കാശ്മീരിലും ലഡാക്ക് എന്നറിയപ്പെടുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ മാറ്റി ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ ജമ്മു കാശ്മീരും ലഡാക്ക് എന്നറിയപ്പെടുന്ന 2 കേന്ദ്രഭരണ പ്രദേശമാക്കി. ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളെ എന്ത് ചെയ്തു? സംയോജിപ്പിച്ച് ഒന്നാക്കി മാറ്റി. അപ്പൊ അവിടെ ഒരു വാക്കുണ്ട്, ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഗവർണർ എന്ന് പറഞ്ഞാൽ അത് ലഫ്റ്റനന്റ് ഗവർണറും സംസ്ഥാനങ്ങളിലാണ് ഗവർണർ. 2 തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുന്ന സമയത്ത് ചോദിക്കുവാണ്, ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ് ചോദിക്കുവാണ് നിങ്ങളോട്, എന്താണ് ഗവർണറും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ആണ് ആര്? ഗവർണർ, ലഫ്റ്റനന്റ് ഗവർണർ. സംസ്ഥാനങ്ങളിലെ ഇപ്പൊ കേരള സംസ്ഥാനത്തിന്റെ, തമിഴ്നാട് സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഓക്കെ. ദെൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും. അപ്പൊ 2019 ജമ്മു കാശ്മീരും ലഡാക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആകുന്നു. ദെൻ ഒപ്പം ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നിവയെ എന്ത് ചെയ്യുന്നു? സംയോജിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. തെലങ്കാന സംസ്ഥാനം ഒരു കരബന്ധിത സംസ്ഥാനം അല്ലെങ്കിൽ ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി 1950 ജനുവരി 26 ഇന്ത്യ മഹാരാജ്യത്ത് രൂപം കൊണ്ട പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. 1 പശ്ചിമ ബംഗാൾ. 1950 ജനുവരി 26. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന മഹാരാജ്യം റിപ്പബ്ലിക് ആകുമ്പം 1950 ജനുവരി 26 പശ്ചിമ ബംഗാൾ ഫോം ചെയ്യുന്നു. ബീഹാർ 1950 ജനുവരി 26 ഫോം ചെയ്തേ. ഒഡീഷ 1950 ജനുവരി 26 ഫോം ചെയ്തേ. ഉത്തർപ്രദേശ് 1950 ജനുവരി 26 ഫോം ചെയ്തേ. തമിഴ്നാട്. അങ്ങനെ 1, 2, 3, 4, 5 വളരെ ഇമ്പോർട്ടന്റ്. 1, 2, 3, 4, 5 സംസ്ഥാനങ്ങൾ 1950 ജനുവരി 26 രൂപം കൊണ്ടു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഫസൽ അലി കമ്മീഷൻ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിർണായകമായ മറ്റൊരു ഏരിയ ഫസൽ അലി കമ്മീഷൻ. എന്തുവാ ഈ ഫസൽ അലി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാനങ്ങളെ
പുനഃസംഘടിപ്പിക്കണം. അതിനുവേണ്ടി ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ഫോം ചെയ്യും. ആ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്. അതിൽ ഒരംഗമാണ് ഫസൽ അലി, മറ്റൊരംഗമാണ് സർദാർ KM പണിക്കർ എന്നറിയപ്പെടുന്ന കാവാലം മാധവ പണിക്കർ, മലയാളിയാണ്. HN കുൻസ്രു എന്നറിയപ്പെടുന്ന ഹൃദയനാഥ് കുൻസ്രു. ഈ 3 വ്യക്തികളാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ആ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഫസൽ അലിയ. ഇങ്ങനെ ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരും. അത് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1956. രണ്ട് ചോദ്യമാണ്. അപ്പം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന നിലവിൽ വന്ന 1953, സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടക്കുന്നത് 1956. അങ്ങനെ 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യം നിലവിൽ കാരണമായിട്ടുള്ള കമ്മീഷന്റെ പേര് അത് ഫസൽ അലി കമ്മീഷൻ എന്ന. ഫസൽ അലി കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്. ഫസൽ അലി, ഹൃദയനാഥ് കുൻസ്രു, സർദാർ KM പണിക്കർ. 53 കമ്മീഷൻ, 56 ആക്ട്. ഇതേ മോഡൽ തന്നെയാ നമ്മൾ UGC പഠിക്കുന്നത്. UGC നിലവിൽ വന്നത് എന്നാണ്? UGC ആക്ട് എന്നാണ്. 2 UGC ആക്ട് 53, UGC നിലവിൽ വന്ന 56. UGC നിലവിൽ വന്ന 53, UGC ആക്ട് 56. അതേപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 53, സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഫസൽ അലി കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1953 ഡിസംബറിലാണ് ഫസൽ അലി കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം നടക്കുന്നത് ആന്ധ്ര സംസ്ഥാനമാണ്. അത് 1953 ഒക്ടോബർ 1. 3 പുസ്തകങ്ങൾ നിങ്ങൾ ഉറപ്പായും പഠിക്കണം. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? വിശാൽ ആന്ധ്ര എന്ന പുസ്തകം എഴുതിയതാരാണ്? നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? ഈ 3 പുസ്തകങ്ങൾ നിർണായകമായിട്ട് നിങ്ങൾ പഠിക്കണം. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാട. വിശാൽ ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് P. സുന്ദരയ്യ. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഭവാനി സെൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ. അടുത്തത്, ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിക്കുന്നത് 2000 നവംബറിലാണ്. ഗോവ സംസ്ഥാനം ഫോം ചെയ്യുന്നത് 1987 മെയ്യിലാണ്. ഇതൊക്കെ മുൻകാല വർഷ ചോദ്യമാണ്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാണ്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം നിങ്ങൾ എഴുതേണ്ടത് ആന്ധ്രാപ്രദേശ്. ഓപ്ഷനിൽ ആന്ധ്ര ഇല്ല, ആന്ധ്രാപ്രദേശ് എന്നാണെങ്കിൽ അങ്ങനെ. വീണ്ടും ആവർത്തിക്കുന്നു, മത്സര പരീക്ഷയുടെ ഉത്തര സൂചിക പ്രകാരമുള്ള കണ്ടന്റ് ആണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന സംഘടനയെ പറ്റിയുള്ള സിലബസ് കണ്ടന്റ്. സിലബസിലുണ്ടല്ലോ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്നാണ്, പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, വനിതാ പ്രാതിനിധ്യം, മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം ഉൾപ്പെടെ നമ്മൾ പഠിക്കണം. അതിൽ ഒരു കണ്ടന്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറയുകയാണ്. ആ പറഞ്ഞതിന്റെ ആ ഒരു ഓർഡറിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. ഞാൻ പറഞ്ഞത് JB കൃപലാനിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞതൊന്ന് തിരുത്തി പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. അപ്പൊ നമുക്ക് വേണ്ടത് ആദ്യം ഒരു ചോദ്യം പറയും. ചോദ്യം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ ഒന്ന് പരിശോധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ആദ്യകാല പേരുണ്ടായിരിക്കും, ആദ്യകാല നാമമുണ്ട്. ആ പേര് നൽകിയ വ്യക്തിക്ക് പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന ദാദാഭായ് നവറോജി. ഇമ്പോർട്ടന്റ് ആണ്. ദാദാഭായ് നവറോജിക്ക് പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയത് ദാദാഭായ് നവറോജിയ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കുന്നു. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ ഉമേഷ് ചന്ദ്ര ബാനർജി എന്നറിയപ്പെടുന്ന WC ബാനർജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത എന്നീ പ്രമുഖർ പങ്കെടുത്തു. ശരിയാണ്, ഇവരെല്ലാം പ്രമുഖരാ. ഉമേഷ് ചന്ദ്ര ബാനർജി എന്നറിയപ്പെടുന്ന WC ബാനർജി, ദാദാഭായ് നവറോജി പങ്കെടുക്കുന്നു, ഫിറോസ് ഷാ മേത്ത പങ്കെടുത്തു. അടുത്തത്, INCയുടെ ആദ്യ സമ്മേളനം ഈ പറയുന്ന 1885 ആദ്യ സമ്മേളനം പൂനെയിൽ നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷേ അവിടുന്ന് ആദ്യ സമ്മേളനം എങ്ങോട്ട് മാറ്റും? ബോംബെയിലേക്ക് മാറ്റും. പൂനെയിലെ പ്ലേഗിന്റെ പശ്ചാത്തലത്തിൽ, പ്ലേഗ് എന്ന മാരക രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന പൂനെയിൽ നടത്താൻ തീരുമാനിച്ച സമ്മേളനം ബോംബെയിലേക്ക് മാറ്റും. അപ്പൊ ആദ്യ സമ്മേളനം എവിടെയാണ് നടന്നത്? ബോംബെയിലാണ്. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയല്ലയോ? അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ്, ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
ആദ്യകാല പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന. ഈ ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884 ഫോം ചെയ്യുന്ന. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിക്കും. തൊട്ടടുത്ത വർഷം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യും. അപ്പൊ 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിക്കുന്നത് എഒ ഹ്യൂം എന്നറിയപ്പെടുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഇപ്പൊ നമുക്ക് വേണ്ട വസ്തുത, ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗവും ഈ പറഞ്ഞ എഒ ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയും ചേർന്നാണ് എന്താവുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് 1885 ഡിസംബർ 27. ആ ഡേറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. 1885 ഡിസംബർ 28 എന്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയുന്ന 1885 എന്ത് ഫോം ചെയ്തു, INC ഫോം ചെയ്തല്ലോ. 1885 മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ എല്ലാ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്കും നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സംഘടനയാണ് ഇത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നതും ആര് തന്നെ, അലൻ ഒക്ടേവിയൻ ഹ്യൂം. അപ്പൊ സ്ഥാപകനും ആദ്യ സെക്രട്ടറിയും ആര് തന്നെയാണ്, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നറിയപ്പെടുന്ന എഒ ഹ്യൂം ആണ്. കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നൊറോജിയ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഈ പറഞ്ഞ ഉമേഷ് ചന്ദ്ര ബാനർജി എന്നറിയപ്പെടുന്ന WC ബാനർജി ആണ്. ഈ WC ബാനർജിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1885 അദ്ദേഹം പ്രസിഡന്റ് ആയല്ലോ. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി. അപ്പം ആദ്യ വ്യക്തി തന്നെ 2 പ്രാവശ്യം പോയി ഇവിടെ പ്രസിഡന്റ് ആയി. 1885 1892 2 പ്രാവശ്യം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറഞ്ഞ ഉമേഷ് ചന്ദ്ര ബാനർജി പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഈ WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഹക്കിം അജ്മൽ ഖാൻ ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൂനെയ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്, അത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ഈ പറഞ്ഞ പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി അത് പ്ലേഗ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുക്കും. അപ്പൊ 72 പ്രതിനിധികൾ പങ്കെടുത്തു. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ 1885 ആദ്യ സമ്മേളനത്തിൽ 9 പ്രമേയം അവതരിപ്പിക്കും. 9 പ്രമേയം. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആകെ പ്രമേയങ്ങളുടെ എണ്ണം 9. ഈ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചോദിച്ചാൽ അത് മദ്രാസ് ആണ്. 1887 കോൺഗ്രസ് സമ്മേളനം ഇവിടെ നടക്കുന്നത്, മദ്രാസിൽ നടക്കുന്നത്. മദ്രാസ് നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയെ നമ്മൾ പറഞ്ഞു, ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, തമിഴ്നാടിന്റെ തലസ്ഥാനം മദ്രാസ് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അത് മദ്രാസിന്റെ ഇപ്പോഴത്തെ പേര് ചെന്നൈ എന്നാണ്. അപ്പൊ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്, അത് മദ്രാസ് ആണ്. ഇനി കോൺഗ്രസിന്റെ ചരിത്രത്തിലെ, കോൺഗ്രസ് എന്നറിയപ്പെടുന്ന സംഘടനയെ പറ്റി പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് 1907 സൂററ്റ് പിളർപ്പ, സൂററ്റ് സ്പ്ലിറ്റ് ആണ്. ഈ സൂററ്റ് സ്പ്ലിറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൂററ്റ് സമ്മേളനത്തിൽ റാഷ് ബിഹാരി ഘോഷ് ആണ് അധ്യക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ്. 1907 സൂററ്റ് സമ്മേളനം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ഭരണഘടന വേണം എന്നാദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ മോഹൻ ബോസ് ആണ്. തിരിയല്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിനല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം അല്ലെങ്കിൽ ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ മോഹൻ ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ 9 പ്രമേയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ എന്നറിയപ്പെടുന്ന
GS അയ്യറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈ ബാരിസ്റ്റർ GP പിള്ളയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പം തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, തിരുവിതാംകൂറിന്റെ ഗ്ലാഡ്സ്റ്റൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കൂടി ബാരിസ്റ്റർ GP പിള്ളയാണ്. അദ്ദേഹമാണ് മലയാളി മെമ്മോറിയലിന്റെ പ്രധാനപ്പെട്ട നേതാവായി പരിഗണിക്കപ്പെടുന്നത്. അതൊക്കെ ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അടുത്തത് അടുത്തടുത്ത സമ്മേളനങ്ങളിൽ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടുത്തടുത്ത സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും ആരെന്ന് ചോദിച്ചാൽ അതൊന്ന് മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ മോത്തിലാൽ നെഹ്റു 1928 കൊൽക്കത്ത സമ്മേളനത്തിലും 1929 ലാഹോർ സമ്മേളനം ഉറപ്പാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ലാഹോർ സമ്മേളനം 1929. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം അത് 1908 മദ്രാസ് സമ്മേളനമാണ്. 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് റാഷ് ബിഹാരി ഘോഷ. അപ്പൊ 1907 സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനും ആര് തന്നെയാ? റാഷ് ബിഹാരി ഘോഷ. 2 പ്രാവശ്യം തുടർച്ചയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. 1907 1908. ഇനി മഹാത്മാഗാന്ധിയെ പറ്റി നമ്മൾ പറയാം. മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം അത് കൊൽക്കത്ത സമ്മേളനം 1901. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം അത് 1912 ബെങ്കിപ്പൂർ സമ്മേളനമാണ്. തിരിയരുത്, മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം അത് 1901 ഗാന്ധിജി കൽക്കട്ട സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ബെങ്കിപ്പൂർ സമ്മേളനം 1912. അപ്പൊ അവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അത് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ ദിയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ഈ പറഞ്ഞ ദാദാഭായ് നെഹ്റുജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ. അമരാവതി സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് 1924 ബെൽഗാം സമ്മേളനമാണ്. മഹാത്മാഗാന്ധി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ INCയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരേ ഒരു മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനിയ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ട്, അത് പട്ടാഭി സീതാരാമയ്യാണ്. ഈ പട്ടാഭി സീതാരാമയ്യാണ് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ടതാണ് ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് JB കൃപലാനി എന്നാണ് പറഞ്ഞത്, ഒന്ന് തിരുത്തി പഠിക്കുക. അടുത്തത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി മതക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നൊറോജിയാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിമാര അത് ബദറുദ്ദീൻ ദിയാബ്ജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് P ആനന്ദചാർലു ആണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. ഈ പട്ടാഭി സീതാരാമയ്യ 1935 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം അദ്ദേഹമാണ് പ്രസിദ്ധീകരിച്ചത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഉറപ്പായും ചോദ്യ സാധ്യതയുള്ള മേഖല കോൺഗ്രസ് പ്രസിഡന്റായി വിദേശികൾ ഓർത്തു വെക്കണം, കോൺഗ്രസ് പ്രസിഡന്റായ വനിതകളെ ഓർത്തു വെക്കണം. ഇതിനകത്തുനിന്ന് ചോദ്യം വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശി അത് ജോർജ് യൂളാണ്. 1888 ശ്രീനാരായണഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യൂള 1888. ദെൻ കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ ആണ്. മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ് ആണ്. നാലാമത്തെ വിദേശി ഹെൻറി കോട്ടൺ ആണ്. അഞ്ചാമത്തെ വിദേശി ആനി ബസന്റ് ആണ്. വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് 1917. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വനിത ആരാണ്? നെല്ലിസൺ ഗുപ്ത. അപ്പൊ ആനി ബസന്റ് വിദേശിയാണ്, നെല്ലിസൺ ഗുപ്തയും വിദേശി തന്നെയാണ്. തിരിയല്ലേ? കോൺഗ്രസ് പ്രസിഡന്റായ എത്ര വിദേശികളുണ്ട്? 1 ജോർജ് യൂള്, 2 വില്യം വെഡർബൺ, 3 ആൽഫ്രഡ് വെബ്, 4 ഹെൻറി കോട്ടൺ, 5 ആനി ബസന്റ്, 6 നെല്ലിസൺ ഗുപ്ത. അങ്ങനെ 6 വിദേശികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ
5 വനിതകളെ ഉറപ്പായും പഠിക്കണം. ആനി ബസന്റ് 1917 സമ്മേളനത്തിൽ പ്രസിഡന്റായി. സരോജിനി നായിഡു 1925 സമ്മേളനത്തിൽ പ്രസിഡന്റായി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരിയായ വനിത ആരാണ്? അത് സരോജിനി നായിഡു. ദെൻ മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്തയ. 1933 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന 1959 സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് 1998. അപ്പൊ 5 വനിതകൾ ആരൊക്കെയാ? ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. മറക്കല്ലേ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വിദേശികളെ ഓർത്തു വെക്കണം, വനിതകളെ ഓർത്തു വെക്കണം. ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് SCRTയിലും NCRTയിലുമുള്ള A-Z കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എഴുതാൻ പോകുന്ന ഒരു മത്സര പരീക്ഷ അധ്യാപക മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു മേഖല കിട്ടണം. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക് കവർ ചെയ്ത് പോകണം. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: നിങ്ങൾ HSA സോഷ്യൽ സയൻസിന് റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായും വരും. ഈ വീഡിയോ കണ്ട് ഉഷാറായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാവരും, ഇപ്പൊ കേരളത്തിൽ പഠിക്കുന്ന എഫേർട്ട് ഇടുന്ന എല്ലാവരും HSA സോഷ്യൽ സയൻസ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ വരും. എൻ്റെ സിമ്പിൾ ചോദ്യം ഇതാണ്: ആദ്യത്തെ സാലറി ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ ആർക്കായിരിക്കും അത് കൊടുക്കുന്നത്? അതെല്ലാവരും ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേക്കുക. ചിലപ്പം ചില ആളുകൾ അമ്മയ്ക്കാണെന്ന് കൊടുക്കുമെന്ന് പറയും, അച്ഛനാണ് കൊടുക്കുന്നത് പറയും. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആദ്യ ശമ്പളം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആദ്യ റാങ്കിൽ വന്ന് അഡ്വൈസും കിട്ടി. ഈ അഡ്വൈസ് കിട്ടി നിങ്ങൾ പോകുന്ന സമയത്ത്, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ ഒരു മാസം അല്ലെങ്കിൽ എത്ര ദിവസമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ശമ്പളം കിട്ടുമല്ലോ. ഫസ്റ്റ് സാലറി നിങ്ങൾ എന്ത് ചെയ്യും? അതൊന്ന് കമന്റ് ചെയ്തേക്കണം. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ അവിടെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ വസ്തുത: സ്വതന്ത്ര ഭാരത സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഗവൺമെന്റ് ആദ്യമായി നിയമിച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അത് ശരിയാണ്, നമുക്ക് വേണ്ട ചോദ്യമാണ്. 1947 ശേഷം ഒരു ഗവൺമെന്റ് ഫോം ചെയ്യും. ആ ഗവൺമെന്റ് നിയമിച്ച ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇനി ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 10+2+3, അപ്പൊ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ അത് കോത്താരി കമ്മീഷനാണ്. വളരെ ഇമ്പോർട്ടന്റ്. ദെൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ആര്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷന്റെ പേര് കോത്താരി കമ്മീഷൻ എന്നാണ്. ദെൻ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയ വിദ്യാഭ്യാസ കമ്മീഷൻ അത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. നമുക്ക് വേണ്ട വസ്തുത: മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം എഴുതിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണല്ലോ നവംബർ 11, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസ ദിനമുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാഭ്യാസ ദിനമായി പ്രഖ്യാപിക്കുന്ന വേറെ, ഇത് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിന് 1992 ഇന്ത്യ എന്ന മഹാരാജ്യം ഭാരതരത്നം നൽകി ആദരിക്കുന്നുണ്ട്, മരണാനന്തര ബഹുമതിയായിട്ട്. ദെൻ ഖുറാൻ വ്യാഖ്യാനമായ തർജുമാൻ അൽ ഖുറാൻ എഴുതിയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹം 1958 ഫെബ്രുവരി 22 അന്തരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഈ ഇന്ത്യ വിൻസ് ഫ്രീഡം എഡിറ്റ് ചെയ്ത ആരും ചോദിച്ചാൽ അത് ഹുമയൂൺ കബീർ ആണ്. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം: ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ 11. അപ്പം ഐക്യരാഷ്ട്ര സംഘടന ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 15. ഐക്യരാഷ്ട്ര സംഘടന എന്നറിയപ്പെടുന്ന UN ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 15. APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 15. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച രാഷ്ട്രീയ വാരികയുടെ പേര് പൈഗാം എന്നാണ്. ഇനി നമുക്ക് വേണ്ട ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ: 1 ലിസാൻ ഉൽ സിദ്ദീഖ്, സത്യനാദം എന്നറിയപ്പെടുന്ന ലിസാൻ ഉൽ സിദ്ദീഖ്. അൽ ഹിലാൽ, PYQ ആണ്, അൽ ഹിലാൽ, അൽ ബലാഗ്. ഈ 3 പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹത്തിന്റെയാണ്. അൽ ഹിലാൽ ആരംഭിക്കുന്ന 1912. ഈ അൽ ഹിലാൽ നിരോധിക്കും.
1914 അൽ ഹിലാൽ നിരോധിക്കപ്പെട്ടപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച വാരികയുടെ പേരാണ് അൽ ബലാഗ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഏരിയ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലോ രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നതിനെ തന്നെ ഈ രാധാകൃഷ്ണൻ കമ്മീഷനെയാണ്. ഇനി ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 49 ഓഗസ്റ്റിലാണ്. അപ്പം രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് 48-ലും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 49-ലുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത സർവകലാശാല വിദ്യാഭ്യാസം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ കമ്മീഷൻ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം റെക്കമെൻഡ് ചെയ്ത കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടന്റ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ശാന്തിനികേതൻ, ജാമിയ മിലിയ സർവകലാശാലകളെയൊക്കെ മാതൃകയാക്കി ശാന്തിനികേതൻ സ്ഥാപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. അതാണ് പിന്നീട് നമ്മൾ വിശ്വഭാരതി സർവകലാശാലയായിട്ടൊക്കെ മാറുന്നത്. ഈ ശാന്തിനികേതൻ ആയിക്കോട്ടെ, ജാമിയ മിലിയ സർവകലാശാലയൊക്കെ ആയിക്കോട്ടെ, അതിനെയൊക്കെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഈ പറഞ്ഞ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലായ്പ്പോഴും തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് മുതലിയാർ കമ്മീഷൻ എന്നറിയപ്പെടുന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ. അതൊന്ന് വായിച്ചു വിട്ടിരുന്നാൽ മാത്രം മതി. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് മുതലിയാർ കമ്മീഷനാണ്. ഈ മുതലിയാർ കമ്മീഷൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കോത്താരി കമ്മീഷൻ. ഇന്ത്യ ഗവൺമെന്റ് 1964 ഫോം ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷന്റെ പേര് കോത്താരി കമ്മീഷൻ. ഈ കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. കോത്താരി കമ്മീഷനാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിന്റെ അഭിപ്രായത്തെ പറ്റി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരി. ഇത് PYQ ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് DS കോത്താരി. ഈ DS കോത്താരി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ത്രിഭാഷാ പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ത്രിഭാഷാ പാഠ്യ പദ്ധതി ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷൻ എന്നാണ്. എന്ത് കൊടുത്തേക്കുന്നത്? SCERT സ്കൂൾ ടെക്സ്റ്റിൽ മുതലിയാർ കമ്മീഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്തേക്കുന്നത് കോത്താരി കമ്മീഷനാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ 1968 ദേശീയ വിദ്യാഭ്യാസ നയം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതല്ല, വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ദെൻ 1986 വേറെ ഒന്നും ചെയ്യേണ്ട, 1968 ദേശീയ വിദ്യാഭ്യാസ നയം തിരിച്ചിടുമ്പോൾ 1986 അടുത്ത വിദ്യാഭ്യാസ നയം. ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം 1986 വിദ്യാഭ്യാസ നയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണല്ലോ പ്രധാനപ്പെട്ട പദ്ധതി, കേന്ദ്ര പദ്ധതി. അതുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം 2020 ജൂലൈ 29 കിട്ടുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ K കസ്തൂരിരംഗനാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. എന്തോ ഈ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക എന്ന് പറഞ്ഞാൽ 5+3+4 5+3+3+4 ആ ഒരു രീതിയിലാണ്. അതായത് 5ാം ക്ലാസ്, അതായത് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ഒരു കുട്ടിയുടെ 3 വയസ്സ് മുതൽ 8 വയസ്സ്, 3 എന്ന് വെച്ചാൽ 1ാം വയസ്സ്, 2ാം വയസ്സ്, 3ാം വയസ്സ്, 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ അല്ല, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ 5 വർഷം. അതാണ് ഫൗണ്ടേഷൻ സ്റ്റേജ്, ഫൗണ്ടേഷണൽ സ്റ്റേജ്. ദെൻ ഈ പറയുന്ന 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയും. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ മിഡിൽ സ്റ്റേജ് എന്ന് പറയും. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയും. ഇങ്ങനെ 4 ഘട്ടങ്ങളായി തരംതിരിച്ച് വിദ്യാഭ്യാസ രീതി മാറ്റണം എന്ന് നിർദ്ദേശിച്ചതാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം.
അതിൻ്റെ കരട് തയ്യാറാക്കിയത് അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരിരംഗനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്ക്. 2020 ഇപ്പോഴും ചോദ്യസാധ്യതയുള്ള മേഖലയാണ്. അപ്പം മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക 5+3+3+4 ആണ്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ 5 വർഷം, ഇതിന് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ 3 വർഷം, 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ 3 വർഷം, 14 വയസ്സ് മുതൽ 18 ഒരു വ്യക്തി പ്രായപൂർത്തിയാകും. നമ്മൾ പ്രായപൂർത്തി വോട്ടവകാശം 18 വയസ്സാണല്ലോ. 18 വയസ്സ് വരെ എന്ത് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്ന 4ാം സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് 5 വർഷം, then 3, 3, 4 ഈ ഒരു 4 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ച് വേണം വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്തത് 2020 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പശ്ചാത്തലത്തിൽ ബാലവാടിക പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അത് ഉത്തരാഖണ്ഡ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി നമുക്ക് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തെ കണക്ട് ചെയ്യുമ്പം ഏറ്റവും നിർണായകമായി പഠിക്കേണ്ട ഒരു ഏരിയയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലമാണെന്നെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് 2020 ഒക്ടോബർ 2 അതിന്റെ പ്രഥമ VC വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷയാണ്. പ്രഥമ പ്രോ വൈസ് ചാൻസലർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ SP സുധീർ ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. അതായത് അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ എന്നറിയപ്പെടുന്നത് അത് സജി ഗോപിനാഥ് ഒക്കെയാണ്. അതൊക്കെ ഒന്ന് നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തി പോവുക. ഇന്ത്യൻ ചരിത്രം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടോപ്പിക് കൂടി ഒന്ന് വായിച്ചു പോകണേ. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വനിതകളെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് പണ്ഡിത രമാഭായ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. മാഡം ഭിക്കാജി കാമയുടെ പ്രത്യേകത എന്താ? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ലക്ഷ്മി സൈഗാളിന്റെ പ്രത്യേകതയോട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയത് ലക്ഷ്മി സൈഗാളും ആ ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസുമാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരനായികയാണ്. ക്വിറ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹർ അലി 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അതൊക്കെ നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തണം. അടുത്തത് പ്രീതിലത വഡേദർ. പ്രീതിലത വഡേദ്കർ എന്നാണ് മിക്ക മത്സര പരീക്ഷയുടെ പ്രസിദ്ധീകരണങ്ങളിലും കൊടുത്തേക്കുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് പ്രീതിലത വഡേദർ ആണ്. സരോജിനി നായിഡുവിന് പ്രത്യേകതയുണ്ട്. 1930 ഉപ്പ് സത്യാഗ്രഹം ഗുജറാത്തിലെ ധരാസനയിൽ നിന്ന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. ആനി ബസന്റിനെ പറയേണ്ട ആവശ്യമില്ല. ആനി ബസന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വനിതാ പ്രവർത്തക എന്നറിയപ്പെടുന്നത് ആനി ബസന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം മലബാർ പ്രദേശമാണ്. ദെൻ ബാൽഹാത്യ പ്രതിബന്ധ ഗ്രഹ എന്നറിയപ്പെടുന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് സാവിത്രി ഫൂലെയുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഒന്ന് നോർമലായിട്ട് വായിച്ചു വെച്ചേക്കാം. അത് പരീക്ഷയ്ക്ക് ചോദ്യസാധ്യതയുണ്ട്. ഇനി ഉറപ്പായിട്ടും മത്സര പരീക്ഷയിൽ ചോദ്യസാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് ദാദാഭായ് നൊറോജി. അത് ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന മേഖലയിൽ പഠിക്കാനുണ്ട്. എക്കണോമിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ ആണെന്ന് അറിയാലോ. ഇത് ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൊറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൊറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നും ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നൊറോജിയാണ്. ഈ ദാദാഭായ് നൊറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാദാഭായ് നൊറോജിയാണ്. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു, ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന സിദ്ധാന്തമാണല്ലോ ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നൊറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം ഇത് രണ്ടും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നൊറോജി. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ദാരിദ്ര്യരേഖ കണക്കാക്കിയത്? ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയത് ദാദാഭായ് നൊറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാരൻ ചോദിച്ചാൽ അത് ദാദാഭായ് നൊറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ദാദാഭായ് നൊറോജി. ദാദാഭായ് നൊറോജിക്ക് 4 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഒന്ന് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ,
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജി. ദി വാൻസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജി. ദി പാഴ്സി റിലീജിയൻ 1861 എന്ന പുസ്തകം എഴുതിയതും ദാദാഭായ് നവറോജിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ത്യയുടെ വിഭജനം, രണ്ട് അഭയാർത്ഥി പ്രവാഹം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന വെല്ലുവിളികളിൽ പെടാത്തതേത്? അപ്പം പെടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാ? വിഭജനമുണ്ട്, അഭയാർത്ഥി പ്രവാഹമുണ്ട്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനമുണ്ട്. ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു അതിർത്തി രേഖയുണ്ടല്ലോ, അത് നിർണ്ണയിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യും. ആ കമ്മിറ്റിയുടെ തലവൻ സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ സിറിൽ റാഡ്ക്ലിഫ് തലവനായ കമ്മിറ്റിയിൽ മൊത്തം 5 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ദെൻ വിഭജനം നടന്ന 2 പ്രവിശ്യകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പഞ്ചാബ്, ബംഗാള്. അതിൽ ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പി കേശവദേവ് എഴുതിയൊരു നോവലുണ്ട്. നോവലിന്റെ പേര് ഭ്രാന്താലയം എന്നാണ്. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ആരാ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനാ പറഞ്ഞത്. ആരെ സന്ദർശിക്കുന്ന സമയത്താണ്? ചട്ടമ്പി സ്വാമികളുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഘടനകൾ നിങ്ങൾ ഉറപ്പായും പഠിക്കണം. ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥാപനം. വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യക്കാരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കാൻ, അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച 3 സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. വില്യം ജോൺസ് ആണ് സ്ഥാപിച്ചത്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ആണ് സ്ഥാപിച്ചത്. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ ആണ് സ്ഥാപിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ശ്രീമതി നന്ദിഭായ് ദാമോദർ താക്കേർസി വുമൺ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന SNDT വനിതാ സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല 1916 സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് DK കാർവെയാണ്. തിരിയരുത്, RD കാർവേ ഉണ്ട്, DK കാർവേ ഉണ്ട്. ഇത് ഉത്തരം DK കാർവെയാണ്, തിരിയല്ലേ. അടുത്തത് ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു മേഖലയാണ് വിശ്വഭാരതി സർവകലാശാല. പഠിക്കുമ്പം കേരള കലാമണ്ഡലം തൃശൂർ ചെറുതുരുത്തി വള്ളത്തോൾ സ്ഥാപിച്ചു എന്നുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ വിശ്വഭാരതി സർവകലാശാലയുടെ പ്രത്യേകത, ശാന്തിനികേതനാണ് തുടക്കം. രവീന്ദ്രനാഥ് ടാഗോർ 1901 ശാന്തിനികേതൻ സ്ഥാപിക്കുന്നു ബംഗാളില്. ദെൻ ഈ പറഞ്ഞ ശാന്തിനികേതനാണ് പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായിട്ട് 1921 മാറുന്നത്. ഈ വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലാണ്. ഈ വിശ്വഭാരതി സർവകലാശാലയുടെ വിസിറ്റർ എല്ലായ്പ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഏക സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ അത് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നത് 1921. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ശാന്തിനികേതനാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? വിശ്വഭാരതി ആയിട്ട് മാറുന്നത്. വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യം എന്നറിയപ്പെടുന്നത് യാത്ര വിശ്വം ഭവത്വേക നീടം എന്നാണ്. അതായത് ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെയാകുന്നു എന്നത് ഏത് സർവകലാശാലയുടെ ആപ്തവാക്യമാണെന്ന് ചോദിച്ചാൽ അത് വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യമാണ്. ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. പറഞ്ഞല്ലോ, ഇത് റിവിഷൻ വീഡിയോ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തി പഠിച്ചു പോവുക. വരാൻ പോകുന്ന മത്സര പരീക്ഷ അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുക. ആദ്യ റാങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ ടെൻഷൻ മൂലം, വെപ്രാളം മൂലം പഠിച്ചതുള്ള എല്ലാം കൂടെ കൊണ്ട് കളയരുത്. ആവശ്യത്തിന് മാത്രം ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി അനാവശ്യമായിട്ട് ഒരു ടെൻഷനും പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അറിയാലോ, രാവിലെയാണ് പരീക്ഷ, ഉച്ചയ്ക്ക് ശേഷമല്ല. രാവിലെ 7 മണിക്ക് മുമ്പ് പരീക്ഷ ഹാളിൽ ചെല്ലണം. അപ്പൊ നിങ്ങളുടെ പരീക്ഷാ സെന്റർ എവിടെയാണോ അത് മുൻകൂട്ടി ഒരു ധാരണയോടുകൂടി പോവുക. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത മത്സര പരീക്ഷയല്ല, ഈ മത്സര പരീക്ഷ നിങ്ങൾ ആദ്യ റാങ്കിൽ എത്തുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.